போட்டுட்டு ஆடுவான் பாருங்க ஒரு டான்ஸ். சும்மா கத்தரையே நீ பாடு, சக்கரையே வராது. கத்தரையே நீ பாடு, சக்கரையே வராது. ஹாப்பியாக பாடு, பிபியே வராது. ஹாப்பியாக பாடு, എന്താ അമ്മി തനിച്ചിരിക്കുന്നത്? അങ്ങനെ തോന്നി. വല്ലപ്പോഴും അങ്ങനെ വേണ്ടേ? പാടില്ല. ആമി ഇങ്ങനെ തനിയെ മാറിയിരിക്കുമ്പോ ആമിയുടെ കണ്ണെന്ന് പറയുമ്പോ ഈ വീട് മുഴുവൻ പിടക്കുകയാണ്. ആമി എന്ന ന്യൂക്ലിയസിന് ചുറ്റുമാണ് ഇവിടെ എല്ലാവരും ജീവിക്കുന്നത്. അവരെ ഒന്ന് വേദനിപ്പിക്കാതിരുന്നൂടെ? മനഃപൂർവ്വമല്ല. എനിക്ക് ചിലപ്പോഴൊന്നും കഴിയുന്നില്ല. ചിലപ്പോ എനിക്ക് ഇങ്ങനെയൊക്കെ പെരുമാറാനേ കഴിയും. അതും ഞാൻ പറഞ്ഞില്ലേ, ജന്മം തന്നവരുടെ ക്യാരക്ടറിന്റെ ജനറ്റിക് എഞ്ചിനീയറിംഗിന്റെ കുഴപ്പമാവും. തേങ്ങാ കൊലയാണ് ജനറ്റിക് എഞ്ചിനീയറിംഗ്. ആമി എന്താ കുഴപ്പമെന്നറിയോ? തന്റെ കണ്ണിലൂടെ തന്നെ തന്നെ കാണുന്നതിലുള്ള കുഴപ്പമാണ്. താൻ തന്നെയാണ് എല്ലാറ്റിലും വലുതെന്നുള്ള ബോർഡിംഗ് സ്കൂളിലും പിന്നെ കോളേജിലും മുടങ്ങാതെ മാസം തോറും ആ കൽക്കട്ട ബേസ് കമ്പനിയാണ് മണി ഓർഡർ എത്തിയത്. തിരിച്ചറിവിന്റെ പ്രായം എത്തിയപ്പോൾ ഞാൻ അന്വേഷണം തുടങ്ങി. റൂട്ട്സ് ആൻഡ് വെൽസ് എന്ന കമ്പനിയുമായുള്ള ബന്ധം. തന്റെ ഭാഷയെ പറഞ്ഞാൽ കമ്പനി വൈൻഡപ്പ് ചെയ്തു. വെറുതെ അങ്ങ് പോയതല്ല. കണക്കില്ലാത്ത ഒരു വലിയ തുക എന്റെ ബാങ്ക് അക്കൗണ്ടിൽ നിക്ഷേപിച്ചിട്ട് ഒരു ധനികനായ അനാഥനാക്കി എന്നെ മാറ്റിയിട്ട് എന്റെ പേട്രൻസ് പോയി. മാന്ത്രിക വിദ്യ കൊണ്ട് രാജകുമാരനായി മാറിയ തെണ്ടിച്ചെറുക്കൻ ഒരു മുത്തശ്ശി കഥ പോലെ വിചിത്രം. വേദനിക്കുകയും കണ്ണീരൊഴുക്കുകയും ചെയ്ത കാലം പണ്ടേ പോയി. ഇന്ന് ഞാൻ ശ്രമിക്കുന്നത് മുഴുവൻ ആരെയും വേദനിപ്പിക്കാതിരിക്കാനും കഴിയുമെങ്കിൽ ആർക്കെങ്കിലും നന്മ ചെയ്യാൻ, ആരെയെങ്കിലും സ്നേഹിക്കാൻ. എനിക്കത് കഴിയുന്നുണ്ട്. ആമിക്കും അത് മാത്രം ചെയ്തൂടെ? ഇനി തന്റെ ഉള്ളിൽ അത്രയ്ക്ക് വലിയ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയേ. ആരോടെങ്കിലും പറഞ്ഞ് അതിന്റെ ടെൻഷൻ കളയും. ചിലപ്പോ എനിക്കത് ഡെന്നിസിനോട് പറയാനാവും. ഐ തിങ്ക് സോ. ഗുഡ്. ഡെന്നിസ്, എനിക്ക് നിങ്ങളെ ഇഷ്ടമാവുന്നു. ഒരു നല്ല ഫ്രണ്ട്. നിങ്ങൾക്കതാവാൻ കഴിയും. ഈ വെളുപ്പാൻ കാലത്ത് കാണുന്ന സ്വപ്നം ഫലിക്കും എന്നൊരു വിശ്വാസം ഉണ്ടല്ലേ സാർ? എന്താ നീയും സ്വപ്നം കണ്ടു തുടങ്ങിയോ മോനായി? എന്തായിരുന്നു സ്വപ്നത്തില്? ഒരു മിന്നുകെട്ട്, ആകാശമുട്ട് ഉയരമുള്ള പള്ളി, രാത്രിയാ, ചുറ്റും പുക പോലെ വെളുത്ത മഞ്ഞ്, ആകാശം നിറയെ മാലാകമാരും നക്ഷത്രങ്ങളും. കല്യാണ ചെറുക്കൻ വെള്ള കുതിരയെ പൂട്ടിയ വണ്ടിയിലെ വന്നത്. താറായിരുന്നു അത്. പെണ്ണിനെ കണ്ടില്ലടാ. മുഖം വ്യക്തമാവും മുമ്പ് നേരം വെളുത്തുപോയി സാർ. പക്ഷെ സാറേ, ഇപ്പൊ ദാ പോയ പാർട്ടി അല്ലായിരുന്നോ അതെന്ന് എനിക്കൊരു സംശയം. അല്ലേ സാറേ? അല്ലേ? അല്ലേ സാറേ? சிங்கர் வந்துட்டான். அர்ஜுன் பாட்டு. என்ன பாட்டு? அர்ஜுன் என்ன பத்துல வராது? படம் பத்தில பாட்டு கேட்டு நல்லா இருக்கும். மழை காற்று வித்தியாசாகரா. தமிழ்ல நல்லா இருக்கும்டா. கொஞ்சம் லைட்டா கொஞ்சம் ஃபாஸ்ட் பேஸ்டா இருக்கு. அர்ஜுன் அடி முடியல அடி பண்ணிட்டு டான்ஸ். சுவாமிஜி ஆசீர்வாதம். ஆண்டவர் நிறைச்சி வராங்க. சுவாமிஜி வெரி குட். அமுதவாணன் சூப்பரா பண்ணுவான்டா. இவனும் மாதிரி தலைய கையில அடிபட்டு சாமே பண்ணுவானா? நைட் வாட்ச் மாதிரி நைட் வாட்ச். அந்த ஊர்லயே இவங்க மட்டும் தான் இருக்காங்க. எங்கடா போனாங்க? இது ஏதோ படுத்துக்கு பொழுது அந்த ஓனர் வந்தாரு. அவருக்கு ஆளும் ஆர்பன் வளர்த்து வந்தது. എന്താ രാത്രി ഇവിടെ വന്നിരിക്കുന്നത്? നോ ഡെന്നിസ്, ഇല്ല. ഞാൻ ചിരിക്കായിരുന്നു. കണ്ടില്ലേ? എന്താ ഇത്? കാര്യം എന്താണെന്ന് പറയും. എനിത്തിങ് സീരിയസ്? ഇല്ല. ഞാൻ ഇപ്പൊ காமெடி ഇല്ല.
ഞാൻ സുന്ദരලා இருக்காங்களா? ഡെന്നിസ് എന്നെ കണ്ടതും ഡെന്നിസ് ആരോടും പറയില്ല. അപ്പൊ അതിനകത്ത് എന്തോ ഉണ്ട്, പറയും. ഇത് പറയണം, ശരിയല്ലല്ലോ. ഒരു പെൺകുട്ടിക്ക് ഇത്രയ്ക്ക് സീക്രട്ട് ബിസിനസ് പാടില്ല. ഡെന്നിസെ പറയരുത് എന്ന് പറഞ്ഞാൽ പറയരുത്. ഭീഷണി, യെസ്, ബ്ലാക്ക് മെയിലിംഗ് എന്ന് കൂട്ടിക്കോളൂ. ഡെന്നിസ്ക്ക് இந்த விஷயம் ஹேண்டில் பண்ண தெரியல. ബ്ലാക്ക്മെയിൽ ചെയ്യാൻ. താൽ ഞെട്ടുന്ന ഒരു ന്യൂക്ലിയർ ബോംബ് എന്റെ കയ്യിലുണ്ട്. മോനായിക്ക് മുത്തശ്ശന്റെ അലമാരിന്ന് കട്ടെടുത്ത ഒരു കുപ്പി ബ്രാൻഡിയാണ് കൊടുത്തത്. മോനായി പിടി. മോനായി டேய் இன்ஸ்டால எவனோ ஒருத்தன் ഈ മോനിക്ക് அந்த ஜெனிலியா ஜெயம் ரவி இதுக்கு போட்டோம் பாத்தியா? അപ്പൊ അവര് രണ്ടുപേരും அப்போ வந்து ரிப்ளை வந்திருந்ததுனா அது நான் கவனிச்சேன். ஏய் வியாவு மஞ்சு வாரியர் இன் சம்மர் இன் பர்த்டே பிஃபோர் தி டப்ல போடுறாங்க. ചെണ്ടികളെ രണ്ടുപേരും കുപ്പിയിൽ മാർക്ക് ഇട്ട് അതിന്റെ അളവ് പറഞ്ഞാൽ എന്നെ കുനിച്ചു നിർത്തി കുമ്പത്താറ് ജാമ്പ് കാമ്പും. ഈ ഡെന്നിസ് മഹാബോറനല്ലേ? അവര് തമ്മിൽ കോമ്പറ്റീഷൻ അല്ലേ? അവരിൽ ആരാണ് കൂടുതൽ ബോറന്ന് மஞ்சு வாரியர் எனக்கு ரொம்ப பிடிக்கும். பட் அந்த ഡെന്നിസ് പറയുന്നവനൊരു നാണില്ല. ആരെ പറഞ്ഞ சிவசாமி கொண்டாடி ട്രൗസർ ഒരു പോയിട്ട് നാളെ വന്നത് ஏன்னா அது ஒரு ஐகானிக் கேரக்டர் ஜெனிலியா பண்ணது. നാണല്ല, ഇങ്ങനെ ചുമ്മാ വർക്കിംഗ് പാർട്ട്ണറാന്നൊക്കെ പറഞ്ഞ് ഇവിടെ ഇങ്ങനെ irreplaceable. നമുക്ക് ആ ഏരിയയിലേക്ക് என்னதான் வந்து இங்க கலாச்சாரம் அது எல்லாரும் ஃபேவரட் എന്തായാലും രവിയേട്ടൻ പറഞ്ഞ അവനെ പിരിച്ചുവിടാൻ പോവാന്ന്. ആരെ ഡെന്നിസിനെ അവനുമായിട്ടുള്ള പാർട്ട്ണർഷിപ്പ് മതിയാക്കുകയാണ്. ബോറൻ ഡെന്നിസ്, തെണ്ടി ഡെന്നിസ്. ഞാൻ പറഞ്ഞോട്ടോ, ഇനി ആ ഏരിയയിലേക്ക് പോയാൽ ഞാൻ വൃത്തികെട്ടവനാവും. ഡെന്നിസിനെ പറ്റി പറയുമ്പോ മോനായിക്ക് എന്തിനാ ഫീലിങ്സ്? മോനായുടെ മുതലാളി രവിശങ്കർ അല്ലേ? രവിശങ്കർ അവന്റെ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട കേട്ടോ. പറയാൻ ഞാൻ പറഞ്ഞ ഞെട്ടും. ഞൊട്ടും. എന്നെ ഞെട്ടിക്കാൻ മാത്രം മോനായി വളർന്നിട്ടില്ല മോനെ. ഞാൻ പറയും മോളെ. പറയാ, അല്ലാണ്ട് ഈ തെണ്ടി ഡെന്നിസിനെ തെണ്ടി മോളെയല്ല, തെണ്ടി നിങ്ങളുടെ രവിശങ്കറാ. ഞങ്ങളുടെ ഡൽഹി സാറിന്റെ ആണ് ഈ ഫാമും ഈ വീടല്ല. നിങ്ങളുടെ രവിശങ്കറിന് ഒരു മാതൊലില്ല. എന്തിനു പറയണ്? ഇവിടുത്തെ കുതിരച്ചാളം വരാനുള്ള യോഗ്യയില്ല കേട്ടോ. കളയണല്ല. ഇത് ഞാൻ വിളിച്ചു പറഞ്ഞാ പൊളിഞ്ഞില്ലേ നിങ്ങളുടെ കള്ളം? ഇന്ന് ഡെന്നിസും മറ്റത് അയാളുടെ ഡമ്മീസും ആണെന്ന് എല്ലാരും അറിയട്ടെ. അപ്പന്ന For മോനാക്കി ഞാനൊന്ന് example, കൊടുക്കും. சிம்பு கொடுத்தா? மூவி குத்து இல்ல, ആണെങ്കിൽ വിളിച്ചോണം. அதுல கலாபவன் நீ பண்ண கேரக்டர் வந்து irreplaceable. அது வந்து எல்லாருக்குமே பிடிக்கும். அந்த மாதிரி ஒரு ரோல் அத வந்து நீங்க வந்து சொல்றது வந்து நியாயம். உங்களுக்கு புரியணும்ன்றதுக்காக தான் கலாபவன் பண்ணிருக்கோம். இப்போ அவங்க சொல்லுவாங்க எதையும் பண்ண முடியாது, ஆக்ஷன் எடுக்க முடியாது. നിന്നെ ആ ബാങ്ക് മാനേജർ അന്വേഷിക്കുന്നുണ്ടായിരുന്നല്ലോ, കണ്ട? ഇല്ല, സാറിന്റെ കറക്റ്റ് ഹൈറ്റ് എത്രയാന്ന് എന്നോട് ചോദിച്ചു. ഹൈറ്റോ? ഇനി അഗ്രികൾച്ചർ ലോൺ കാര്യം പാസ്സായോ? ഏയ് അഗ്രികൾച്ചർ ലോണൊന്നല്ല, ഹൈറ്റ് കിട്ടിയാൽ കറക്റ്റ് സൈസിലുള്ള പെട്ടി ഓർഡർ ചെയ്യാനാവും. എന്തായി താത്തന്തു പേഴ്സണൽ പ്രോപ്പർട്ടീസ്? അതിനെ കുറിച്ച് നീ ഇങ്ങനെ വഴിക്കെ കാണുമ്പോഴൊക്കെ എന്നോട് ചോദിച്ചോടാ. പെൺകുട്ടി ആരാന്ന് കണ്ടുപിടിച്ച് ഇപ്പി കയ്യിലോട്ടിട്ട് ഉണ്ടാക്കി തരാന്ന് പറഞ്ഞിട്ട് കല്യാണം ഉടനടി നടന്നില്ലെങ്കിൽ ഇവൻ പറഞ്ഞ പോലെ ഞാൻ ഏതെങ്കിലും ഒരു പെട്ടിക്കകത്ത് കയറേണ്ടി വരും. ഓട്ടറാ, നീ ആ ലോറൻസിനെ കണ്ടോ? കണ്ടാ ഞാൻ എവിടെയാണെന്ന് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കണേ. ഓട്ടറാ. സാറേ, ഈ ലോറൻസിന്റെ കാര്യം പറഞ്ഞപ്പോഴേ എനിക്ക് മറ്റൊരു കാര്യം ഓർമ്മ വന്നു. നമ്മുടെ രവി സാറിനെ പ്രേമിക്കുന്ന പെങ്കൊച്ചെന്ന് കണ്ടുപിടിച്ചേ പറ്റൂ. അത് നമ്മുടെ പാർട്ടി അല്ല എന്നുള്ള ഉറപ്പെങ്കിലും നമുക്ക് കിട്ടണ്ടേ? ശരിയാടാ, കണ്ടുപിടിക്കണം. കണ്ടുപിടിച്ചേ പറ്റൂ. എങ്ങനെയാണോ? നേരിട്ട് മുഖത്തോക്കി കാര്യം ചോദിക്കണം. അങ്ങനെ എനിക്ക് തലകണി വരെ ഇത് കണ്ടുപിടിക്കാനായിരുന്നു ചേട്ടന്മാര് രണ്ടും കൂടെ പൂച്ച പാട്ടെന്നൊക്കെ പറഞ്ഞ് കറങ്ങി നടന്നു. ലാര ക്രാഫ്റ്റ് ഇത്തരം കേസൊക്കെ കൈ കിട്ടിയാൽ ആമയെ വിളിക്കണ്ടേ? കയ്യോടെ പിടിച്ച് മുന്നിലേക്ക് ഇട്ട് തരും. മതി, എനിക്കറിയേണ്ടത് ആമിയാണോ അത് അയച്ചതെന്നാണ്. നീ മനുഷ്യ, എനിക്കൊരാളോട് പ്രേമം തോന്നി നോക്കിയാ ഞാൻ നേരെ മുഖത്തോക്കി കാര്യം പറയും, അല്ലെങ്കിൽ ടെലിഫോൺ എടുക്കും. ഹലോ ചേട്ടാ, എനിക്ക് ചേട്ടനോട് ഭയങ്കര പ്രേമമാണ്, പ്രേമം കാരണം എനിക്ക് ഇരിക്കെ പുറത്ത് കിട്ടുന്നില്ല എന്ന് നേരിട്ടങ്ങ് പറയും. ഇത് കൊറിയർ സർവീസ് വഴി പൂച്ച അയക്കുക, അതിനകത്തൊരു കാസറ്റ്, അതിലൊരു പാട്ട്. അതൊക്കെ ഇക്കാലത്തെ ചോക്ലേറ്റ് പെമ്പിള്ളേര് ചെയ്യും. അതിൽ ആമി പെടില്ല. ഐ എം വെരി സോറി. അപ്പൊ ആമിയല്ല, അവര് ഇതായിച്ചാ ആമി ആവാതിരിക്കാൻ എന്ന് പറഞ്ഞില്ല. ആമി ആവില്ലെന്ന് എനിക്ക് വിശ്വാസമാണ്. അല്ല, ഡെന്നിസ് ഇക്കാര്യത്തിൽ ഇത്ര ഇൻട്രസ്റ്റ് ഉണ്ടാവാൻ? രവിയോട് പ്രോമിസ് ചെയ്തിരുന്നു കണ്ടുപിടിച്ച് ഡോക്ടർ കൊടുക്കാൻ. ഓക്കേ, ഐ ഹെൽപ് യു. ഏയ്, എവിടുന്നായി കൊറിയർ അയച്ചത്? ആ അഡ്രസ്സിൽ ഇപ്പൊ മോനായി കൊണ്ടുപോയി തൊലച്ചു. ഓ, അന്നത്തെ ഒരു എക്സൈറ്റ്മെന്റിൽ ഞങ്ങൾ ഒന്ന് വിട്ടുപോയി. അതറിഞ്ഞ ഈസി ആയിരുന്നു. ഇപ്പോ ഹൈദരാബാദിൽ നിന്നാണെങ്കിൽ അപർണ, ഡൽഹിയിലാണെങ്കിൽ ഗായ, അങ്ങനെ പിടിക്കാം. ഏതായാലും മോനായിയോട് ഗാർബേജയും തപ്പിയെടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഈ പെൺപിള്ളേര് കൊള്ളാലോ. അതിൽ ആരായാലും എനിക്ക് ഒരു സൂചനയും കിട്ടിയിട്ടില്ല. ആരായിരിക്കും ഒരു പിടി കിട്ടുന്നില്ല. കിട്ടിയോ? ആ ചപ്പൻ ചവർ കൂരയുടെ ഉള്ളിൽ കിടന്ന് ഇറങ്ങി മനുഷ്യൻ. ഇത് തന്നെ എവിടുന്ന അഡ്രസ് നല്ല അഡ്രസ്സാ, ആളിന്റെ പേരും. പക്ഷെ സ്ഥലം കിട്ടി. എടി ഭയങ്കര നീയോ? ആരാ പെണ്ണ്? വേഗം വരെ കാത്തില്ല ചായ, ഇനി ഒന്ന് 6 വരെ കാക്ക്. പെണ്ണിന്റെ ഒരു കാര്യം നീ വായിച്ചോടാ അഡ്രസ്. പിന്നെ എവിടുന്ന? ജലന്ധർ. ജലന്ധർ?
നീ വായിച്ചാണോ? എന്താ ജലന്ധറിന്റെ സ്പെല്ലിംഗ്? ക്യൂ ക്യൂ യു ആർ എസ് ടി ജലന്ധർ. സ്പെല്ലിംഗ് കറക്റ്റ് പറഞ്ഞാലെന്തല്ലോ. കള്ളം പറയുന്നത് എനിക്ക് ഇഷ്ടമാണ്, പക്ഷെ പറയുന്നത് ഞാനായിരിക്കണമെന്ന് മാത്രം. സത്യമായിട്ട് ഞാനല്ല. വീടിനെ കുറിച്ച് എനിക്ക് അങ്ങനെ തോന്നി. നീ അല്ലെങ്കിൽ പിന്നെ ആ കൊറിയർ ട്രിവാൻഡ്രത്തിന് എങ്ങനെ വന്നു? നമ്പർ വേണ്ട, സത്യം സത്യം പോലെ പറ. ആമി ട്രിവാൻഡ്രത്ത് നീ ഒഴിച്ച് ബാക്കി എല്ലാവരും ഉണ്ടായിരുന്നു. ഗായത്രിയും അപർണയും ജ്യോതിയും എല്ലാരും വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഒരുമിച്ചല്ല മുത്തശ്ശിന്റെ അടുത്ത് പോയത്. അവിടെ അവരൊരു 10 ദിവസം ഉണ്ടായിരുന്നു. നിങ്ങൾ 4 പേരും ട്രിവാൻഡ്രത്തുണ്ടായിരുന്നു 10 days. നീയല്ലെന്ന് ഉറപ്പാണോ? ഗുരുവായൂരപ്പനാണ്, ഞാനല്ല. ആരായിരിക്കും? അപർണ എപ്പോ നോക്കിയാലും അവള് വിവേകിന്റെ കാര്യം പറഞ്ഞോണ്ടിരിക്കും. പിന്നെ സമയം കിട്ടുമ്പോഴൊക്കെ ആ പൂച്ചയെടുത്ത് കൊഞ്ചിക്കുന്നത് കാണാം. ഞാൻ ചോദിച്ചാൽ അവളോടൊപ്പം ഞാൻ ചോദിക്കാം. എന്നോട് അവള് സത്യം പറയും. എന്നാ ചൊല്ല്, കയ്യോട് പിടി. ലഞ്ച് റെഡി ആവില്ല. ലഞ്ചല്ല, ഒരു നമ്പർ 1 സദ്യ തന്നെ ഉണ്ടാക്കാം. ആമി വന്ന് വിളിച്ചപ്പോഴേ എനിക്ക് തോന്നി. എന്താ അന്നത്തെ പോലെ വൈനുണ്ടോ? എന്തോ ഒരു അറേഞ്ച്മെന്റ് നടക്കുന്നുണ്ട്. ഉണ്ട്, ഒരു മാരേജ് അറേഞ്ച്മെന്റ് നടക്കുന്നുണ്ട്. മോളും വാ. അവളല്ല ആമി, ഞാൻ അങ്ങനെ മനസ്സിൽ പോലും ചിന്തിച്ചിട്ടില്ല. പിന്നെ ട്രിവാൻഡ്രത്ത് വന്ന അന്ന് തൊട്ട് ഞാൻ പനിയായിട്ട് കിടപ്പിലായിരുന്നു. പിന്നെ ഞാൻ എപ്പോഴും പുറത്തു പോയത് ഹാർഡ്ലി 2 times. അതും ഡോക്ടറെ കാണാൻ ദൈവന്റെ കൂടെ. ഹോപ്പ് യു നോട്ട് ലൈങ്. നോ മാൻ. പിന്നെ 2 എണ്ണം കൂടെ ഉണ്ടല്ലോ. അതെ, കം നമുക്കൊരു ജോയിന്റ് അറ്റാക്ക് നടത്താം. ഞങ്ങൾ ഒരാളുടെ വീട്ടിൽ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്നുണ്ട്. അതാരാണെന്ന് അറിയില്ല മോളെ. ആരൊക്കെ തലയും കുത്തി നിന്നാലും ഞാൻ പിടിക്കും. അതുവരെ ഞാൻ പിടിക്കും മോളെ. രവി, രവി, പ്രശ്നം പാതി പരിഹരിച്ചു. എന്ത് പ്രശ്നം? ഇതെന്താണ് നട്ടുച്ചയ്ക്ക് നിലവിളക്കം കൊളുത്തി വെച്ച്? നിനക്ക് ഭ്രാന്താ? ഡിസ്റ്റർബ് ചെയ്യാതെ പോടാ പുല്ലേ. എടാ, പൂച്ചയെ അയച്ചത് ജ്യോതിയോ ഗായത്രിയോ ആണ്. ആരായാലും എനിക്ക് വാഴക്കയാ. ഈ പോന്റെ ഡെന്നിസേ, ഞാനിപ്പോ ഇവിടെ ധ്യാനത്തില. ധ്യാനത്തിന്റെ ഒടുവിൽ ഞാനൊരു പേര് പറയും. അവളെ ഞാൻ കെട്ടും. അവളെ ഞാൻ കെട്ടു. കട്ടായം. പൂച്ചയും പട്ടിയും എല്ലാം പോയി തുളയട്ടും തമ്പി. രണ്ടുവായ മകനെ ഡെന്നിസേ. ഇത് കൈവിട്ട് പോയി മോനെ. 5 cousins ನಲ್ಲಿ ಯಾರಾவது ಒಬ್ಬರ ಮದುವೆ ಮಾಡಿಕೊಂಡ್ರೆ ತಾತೊಂದು ಪರ್ಸನಲ್ ಆಸ್ತಿ ಎಲ್ಲರಿಕೆ ಸಿಗುತ್ತೆ. இப்பதான் ஒரு பாட்டு போச்சு. திடீர்னு பர்த்துக்கு மேல கையெல்லாம் போட்டா ரொம்ப ക്രിസ്മസ് ലവ്. എന്താ മോനെ? என்னடாச்சு? എന്താടാ ഇനി ഹാപ്പി ന്യൂസ്? യെസ്, ഹാപ്പി ന്യൂസ്. ഞാൻ തീരുമാനിച്ചു ആരാണ് ഇനിയുള്ള കാലം എന്റെ ജീവിതം ഷെയർ ചെയ്യുകയെന്ന്. കല്യാണം നിശ്ചയിച്ചോളൂ. ഐ എം റെഡി. ആരാ മോനെ? രവി പറഞ്ഞിട്ട് പോടാ മോനെ. ശംഖു, കണ്ണാ, പറഞ്ഞിട്ട് പോടാ. എമ്മാടി ആരാവും? വെയിറ്റ്, ഇറ്റ്സ് എ സർപ്രൈസ്. അഭിരാമി, നീ ചുമ്മാ അല്ല ഡെന്നിസ്. ഞാൻ തീരുമാനിച്ചു. എന്റെ കള്ളത്തരങ്ങൾ ഏതാണ്ടൊക്കെ അറിയാവുന്നത് അവൾക്കാ. പിന്നെ അവൾക്ക് അങ്ങനെ ലൈഫിനെ കുറിച്ച് വലിയ മോഹങ്ങളൊന്നും മനസ്സിലുള്ളതായിട്ട് തോന്നിയിട്ടില്ല. ബാക്കിയുള്ള കക്ഷികളൊക്കെ ഭയങ്കര അംബീഷ്യസാ. നമ്മുടെ ലൈനിൽ ഒത്തുകിട്ടില്ല. ഷീ സിമ്പിൾ, ഡൗൺ ടു എർത്ത്. എല്ലാത്തിന്റെ മേലെ കോമൺ സെൻസും ഉണ്ട്. അല്ല, അപ്പൊ നിന്നെ സ്നേഹിക്കുന്ന പൂച്ചയയച്ച ചുമ്മാ കുട്ടിക്കളി. ഇനി അതിന്റെ പുറകെ നടക്കാൻ വയ്യ. അതിലൊക്കെ വല്ല സീരിയസ്നെസ് ഉണ്ടായിരുന്നെങ്കിൽ ഇതിനു മുമ്പ് മറന്നേക്ക് വന്നേനെ. ഇത് മതി. നീ സംസാരിച്ചോ അവളോട്? ഇല്ല, ഇക്കാര്യത്തിൽ എനിക്ക് നിന്റെ ഹെൽപ്പ് വേണം. ഞാനത് പുറപ്പെടുക. അമ്മയെ വിളിച്ചോണ്ട് ഞാൻ തിരിച്ചെത്തുമ്പോഴേക്കും നീ അവളോട് ഒന്ന് സംസാരിച്ചേക്കണം. ഞാനോ? ആ, അവളുടെ ഒരു ലൈൻ എന്താന്ന് മനസ്സിലാക്കണമല്ലോ. ഛേ, എനിക്ക് നേരിട്ട് പ്രസന്റ് ചെയ്യാൻ ചമ്മല. അവളുടെ ഭാഗത്തുനിന്നൊരു നോ വരാൻ വഴിയില്ല. ഇക്കാര്യം സമയവും സന്ദർഭവും നോക്കി എങ്ങനെയെങ്കിലും നീ ഒന്ന് ഹാൻഡിൽ ചെയ്യേ. പോയിട്ട് വരട്ടാ. എല്ലാരും കൂടി ഒരു അതെ അതെ. ഡോണ്ട് ഫൈറ്റ്. ഓക്കെ, അങ്കിൾ ദേവൻ എല്ലാവരും കളിച്ചു. പിള്ളേരൊരു വഴിയാക്കിയല്ലേ? ഹേയ്, ഐ ആം എൻജോയിങ്.
നഷ്ടപ്പെട്ട ബാല്യം, നൊസ്റ്റാൾജിയ എന്നൊക്കെ ലിറ്ററേച്ചറിൽ പറയുന്ന ആ ഒരു മൂഡിലാണെന്ന് തോന്നുന്നു. നഷ്ടപ്പെട്ട ബാല്യത്തിൽ അങ്ങനെ ഓർക്കാൻ കൊള്ളാവുന്നതായി ഒന്നുമില്ല. ഓർഫനേജും അവിടുത്തെ പട്ടാളച്ചിട്ടയിലെ ജീവിതവും ഇതല്ല. ഈ ദിവസങ്ങളിൽ അനുഭവിക്കുന്ന എല്ലാം പുതിയതാണ്. അക്കാര്യത്തിൽ ഞാൻ ഭാഗ്യവതിയാണ്. നീച്ച് ശ്വാസം മുട്ടിക്കുന്ന അച്ഛനും അമ്മയും കിട്ടി. ഓരോ വെക്കേഷനും യാത്രകൾ, എല്ലാ കസിൻസും ഒത്തുകൂടുന്ന ദിവസങ്ങൾ, ഒരുമിച്ചാണ് ഉറക്കം, എല്ലാം കൂടി ഒരു മുറിയില്, തലയുടെ കൊണ്ട് സ്റ്റണ്ട്. അങ്ങനെയാണ് ഓരോ ദിവസവും തുടങ്ങുന്നത്. എന്തൊക്കെയാ കാട്ടിക്കൂട്ടെന്ന് പറയാൻ കഴിയില്ല. വളർന്നുപോയി, അതാ പറ്റിയ കുഴപ്പം. എന്നും കുട്ടിക്കാലം ഒരു ബോൺസായി ടൈപ്പിൽ അങ്ങനെ നിൽക്കണം. വളർന്നിട്ടും വികൃതിക്കും കുറുമ്പിനും ഒരു മാറ്റവും വന്നിട്ടില്ല. അതൊക്കെ വെറുതെ പ്രിറ്റൻഡ് ചെയ്യുന്നതല്ലേ. മറ്റുള്ളവർക്ക് സന്തോഷാവുന്നെങ്കിൽ ആവട്ടെ എന്നും കരുതി. ഒരു ബിഗ് സർപ്രൈസ് ആമിയെ കാത്തിരിക്കുന്നു. Can you guess? എന്നെ കാത്തൊരു സർപ്രൈസ് ഇല്ല ഡെന്നിസ്. എന്നെ തേടി വരാനുള്ളത് ഒരു ന്യൂസ് മാത്രമാണ്. അത് കേൾക്കാൻ ഞാൻ ഉണ്ടാവുമെന്ന് മാത്രം എനിക്കറിയില്ല. ആമി എന്താ പറഞ്ഞത്? ഏയ് ഒന്നുമില്ല, ചുമ്മാ വട്ട്. നമുക്ക് പോവാ ഡെന്നിസ്, ഞാൻ കുട്ടികളെ വിളിക്കാം. ഓക്കേ, ഇറ്റ്സ് എനഫ്, കം ഓൺ, വണ്ടി കേറ്, വണ്ടി കേറ്. ഇല്ല രവി, நைட்டு ஒரு லெட்டர் வந்துச்சு. என்னடா ആമിയോട് അത് പറയാൻ. சொல்லல அது இன்னும் சொல்லுவாங்க. உனக்கு அதுதான் ஸ்கூல் பிக் பண்ண முடியும். இல்ல சொல்லிட்டாங்களா எனக்கு டவுட் இருக்கு. இல்ல அதெல்லாம் இல்ல. இந்த அப்படி அது தேடிந்தியே என்ன കേട്ടവൻ. அப்படி பண்ணுறதா എട്ട് മൂന്നോ ഇല്ല കേൾവി എന്റെ മനസ്സിനകത്ത് ഞാൻ ഒളിപ്പിച്ചു വെച്ചത് അവളെന്തോ മറ്റോ കണ്ടില്ലെന്നോ. ഒടുക്ക എന്നോട് കിളി വർത്താനം പറഞ്ഞാൽ ദാണ്ടേ എന്റെ കൊണം തെറ്റുട്ടോ. എന്നാടാ കുറെ നേരമായിട്ട് മൊണാന്ന്? നിനക്ക് എന്നാ വേണം? പകലാ കൊച്ചിനോട് പറയാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞോ? എന്ത് കാര്യം? ദാണ്ടേ കിടക്കണേ, ഇപ്പൊ അങ്ങനെയായോ? പുല്ല എന്നാ കോപ്പി ചോദിച്ചോളാം. അമ്മയെ വിളിച്ചോണ്ട് വരുന്നതിന് മുമ്പ് അവൻ അവളെ കിട്ടാൻ തീരുമാനിച്ച കാര്യം ഞാൻ അവളോട് പറയണമെന്ന് അവൻ പറഞ്ഞു വെച്ച് പോയിരിക്കുന്നത്. അതാണോ ചോദിക്കുന്നത്? സാറ് ആ കൊച്ചിനെയോ? അതെങ്ങനെയാ? അത് നടക്കില്ല. രവിസാറിന് വേറെ പെമ്പേര്, അതിൽ ഏതെങ്കിലും ഒന്നിനെ കെട്ടിയാ മതി. ഇതിൽ കൈ വെക്കണ്ട. ഒന്നങ്ങ് തെരിഞ്ഞാൻ. എടാ അവരൊരു കുടുംബമാ. അതിനകത്ത് എനിക്ക് നിനക്കും എന്താ കാര്യം? കോമൺ സെൻസ് വേണം. ഓ, എനിക്ക് ഇത്തിരി കുറവാ ഈ പറഞ്ഞ തരത്തിലുള്ള സെൻസ്. എനിക്ക് എന്താ അറിയൂ, ഡെന്നി സാറിന് ആ കൊച്ചിന് ഇഷ്ടാ, ഏതാണ്ട് ആ കൊച്ചിനും. ഇത് തമ്മിൽ തുറന്നു പറയേണ്ട കാര്യമുള്ളൂ. കൃത്യം 8 മണിക്ക് ആ കുട്ടി ഇങ്ങോട്ട് വരും. പറയാനുള്ളതും കേൾക്കാനുള്ളതും എല്ലാം തുറന്ന് ഇവിടെ വെച്ചടിച്ചേക്കണം. അഭിരാമി ഇങ്ങോട്ട് വരിക. ആ കൃത്യം 8 എന്റെ പള്ളി മണിയിട്ട് ഞാൻ പോവാ. നീ അങ്ങോട്ടാണ് മൂത്രം ഒഴിച്ചിട്ട് വരെ. എന്റെ കർത്താവേ, ഡെന്നിസ് ദ മാനേജർ, മേ ഐ കം ഇൻ? ആമി വരൂ വരൂ, പ്ലീസ് കം. യെസ്, പറയൂ. എന്തോ എന്നോട് പറയാനുണ്ടെന്ന് മോനായി പറഞ്ഞു. സംതിങ് വെരി സീരിയസ്? അത് ആമി, ഞാൻ ഈ വിറയലും വെപ്രാളൊക്കെ ഞാൻ മുമ്പ് കണ്ടിട്ടുള്ളത് കോളേജ് ക്യാമ്പസിന്റെ ചില കോർണേഴ്സിലാണ്. ലൈബ്രറി ഹാളിന്റെ ഉള്ളിൽ, ക്ലാസ് കട്ട് ചെയ്ത് ക്യാൻറ്റീനിൽ ചെല്ലുമ്പോ, കോളേജ് ഡേ ഫംഗ്ഷൻ എന്ന ബാക്ക് സ്റ്റേജിന്റെ മറവിൽ. എന്താ ചായ പ്രശ്നം? ഒന്നുമില്ല, നത്തിങ്. ഇല്ല ഇല്ല. ഓക്കേ, എനിവേ ഐ ലൈക്ക് ഇറ്റ്. എനിക്ക് നിങ്ങളോട് ഇഷ്ടം കൂടി വരികയാണ്. ഐ റിയലി ലൈക്ക് യു മിസ്റ്റർ ഡെന്നിസ്. ഞാൻ തുടങ്ങി, അവിടെ തിയേറ്ററുകൾ തുടങ്ങി. ഞാൻ പോട്ടെ. ഫ്രണ്ട്സ് ഒന്നും Good night. Sweet dreams. മതി, ഇത്രയും മതി. എന്ത് മതിയെന്ന്? ഐ ലൈക്ക് യു എന്നൊക്കെ പറഞ്ഞാൽ അർത്ഥം മലയാറ്റൂർ പള്ളിയിൽ പെരുന്നാളിന് പോരുന്നോന്നല്ലാന്ന് മോനായിക്ക് അറിയാൻ സാറേ. എടാ കോപ്പ, നിന്നെ ഞാനിന്ന്. അമ്മ, അമ്മയ്ക്ക് മനസ്സിലായോ ഞാനാ? പോട പോട്ടെ. ഡെന്നീസ് ഒന്നും വിളിച്ചിട്ട് മനസ്സിലായോന്ന്? സുഖാണോ മോനെ? എങ്ങനെയുണ്ട് മോന്റെ പാർട്ട്ണർ? നല്ല കുട്ടിയാണോ? കുഴപ്പമില്ല. അല്ലമ്മേ, ഈ പാർട്ട്ണർഷിപ്പില് ഒരു വ്യവസ്ഥ കൂടി ഞാൻ സൈൻ ചെയ്തിട്ടുണ്ട്. അമ്മയുടെ മേലെ എനിക്കുള്ള അവകാശത്തിന്റെ പകുതി ഞാൻ അവന് വെച്ചു. നന്നായി. നീ തലതിരിഞ്ഞു പോയാലും അമ്മയ്ക്ക് വേറൊരു മോനുണ്ടല്ലോ. ഇതാരാണ് മനസ്സിലായി നിനക്ക്? എടാ ബാലമാമ, ആമിയുടെ അച്ഛനും അമ്മയും അങ്ങനെ പരിചയപ്പെടുന്നതായിരിക്കും ഡെന്നിസിന് മനസ്സിലാകാൻ കൂടുതൽ ഈസി. എവിടെ? കുട്ടികളൊന്നും സ്വന്തം മോളവിടെ നമുക്ക് അകത്തേക്ക് പോവാമേ. നീ സംസാരിച്ചോ അമ്മയോട്? ഇല്ല, സംസാരിക്കാൻ പറ്റിയില്ലടാ. ഇറ്റ്സ് ഓൾറൈറ്റ്, ഇനി വേണ്ട. ഞാൻ അമ്മയോട് കാര്യം പറഞ്ഞു. അമ്മ ബാലമ്മാമയെ കാണേണ്ട താമസം സംഗതി പൊട്ടിച്ചു. ഇപ്പൊ അവരൊക്കെ ഭയങ്കര സന്തോഷത്തില. ഇന്നോ നാളെയോ സംഗതി നടത്തിയേക്കുമെന്ന് എന്റെ പേടി. ഞാനൊന്ന് പഠിച്ചിട്ടെ. കൺഗ്രാറ്റ്സോ? എന്തിന്? ഓ, ഒന്നും അറിയാത്ത വാവ. അയ്യടാ ആപ്സ്. എന്താ നിങ്ങക്ക് രണ്ടിനും വെഡിങ് ബെൽസ് മുഴങ്ങുന്ന മോളെ? ദാ അപ്പുറത്തെ മുറിയില് നിന്റെയും രവേട്ടന്റെയും മാരേജ് ഡേറ്റ് ഫിക്സ് ചെയ്യാണ്. എന്നിട്ട് നീ ഇവിടെ ഒന്നും അറിയാത്ത ഭാവത്തെ ചുരുണ്ട് കിടക്കുന്നു കള്ളി. ദേവു,
മറ്റേ രണ്ട് സൂപ്പർ കളികളും എന്ത് ചെയ്യും? പൂച്ചയും Jingle bells, song-ഉം. ലുക്കിംഗ് ഫോർ ജിംഗിൾ ബെൽസ്. ഞാൻ അറിയാതെ എന്റെ മാരേജ് ഫിക്സ് ചെയ്യുന്നു. What the hell? ആര് പറഞ്ഞു ഞാൻ രവിയേട്ടനെ മാരി എന്ന്? എവിടെ കുളിച്ചിട്ട് വരാന്ന് പറഞ്ഞു പോയിട്ട് മടി. അതിന് മാറ്റമൊന്നും വന്നിട്ടില്ലല്ലേ? അതൊക്കെ അങ്ങ് മാറിക്കോളൂ. അവള് മിടുക്കി കുട്ടിയല്ലേ? എന്താ എല്ലാരും കൂടി ഒരു പൊട്ടിച്ചിരി? ഇങ്ങനെ വല്ലപ്പോഴും ഒത്തുകൂടുമ്പോ എന്തെങ്കിലും കിട്ടുമല്ലോ ചിരിക്കാൻ. ഞാനും കേട്ടൊരു തമാശ. നമുക്ക് എല്ലാവർക്കും കൂടെ ചിരിക്കാൻ. ഞാൻ രവിയേട്ടനെ മാരി ചെയ്യാൻ പോണൂന്ന്. ആ പൊട്ടികൾ അപർണയും ദേവും വന്ന് പറയാ എന്നോട്. നീ അത് തമാശയാന്നാ കരുതിയിരിക്കുന്നത്? ഞങ്ങളത് ഫൈനലൈസ് ചെയ്ത് കഴിഞ്ഞു. എന്നോട് ചോദിക്കാതെ how can you do that? ആരെ വിവാഹം കഴിക്കണമെന്ന് ഞാനാ തീരുമാനിക്കണ്ടേ. ഞാനത് തീരുമാനിച്ചിട്ടുണ്ട്. നിനക്ക് എന്താ ആമി? നീ ഇങ്ങനെ റിബലാവുന്നത് എന്തിനാ? നിന്റെ നന്മയല്ലേ ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. എനിക്ക് നിങ്ങളുടെ നന്മയൊന്നും വേണ്ട. എനിക്ക് ഇഷ്ടമുള്ള ഞാൻ ചെയ്യും. തർക്കുത്തരം പറയുന്നു അച്ഛനോ. നിന്നോട് ഞങ്ങൾ എന്ത് തെറ്റാ കുട്ടി ചെയ്തത്? നീ ഇങ്ങനെ അന്യരോട് പെരുമാറുന്നത് പോലെ ഞങ്ങളോട്. ഒരു കണക്കിന് അന്യരല്ലേ? ഇത്രയും കാലം വളർത്തിയെന്നല്ലാതെ വേറെ എന്ത് റൈറ്റ്സ് ഉണ്ട്? എന്താ ഈ കുട്ടിക്ക്? ഇന്ന് വരെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ നോവിച്ചിട്ടില്ല ഞങ്ങൾ അവളെ. അതിന്റെ പ്രതിഫലം തരുന്നതാണ് അവൾ. സ്നേഹം അളവിലും കൂടുതൽ കൊടുത്ത് വളർത്തിയിട്ടുണ്ട്. എനിക്ക് വേണ്ട ആരുടെ സ്നേഹം. എന്നെ ഉപേക്ഷിച്ചില്ല. ഞാൻ ഇറങ്ങി പൊക്കോളാം. ആമി എന്താ എന്താണ് ഇങ്ങനെയൊക്കെ? എനിക്ക് രവിയേട്ടനെ വിവാഹം കഴിക്കാൻ പറ്റില്ല. വേണ്ട, നിനക്ക് ഇഷ്ടമുള്ള ആളെ നിനക്ക് വിവാഹം കഴിക്കാം. നിന്റെ ഇഷ്ടം എന്താണോ അതിന്റെ കൂടെ ഞങ്ങൾ നിൽക്കും. കഴിയില്ല അത്. വൈ? ഡെന്നിസിനെയാണ് ഞാൻ വിവാഹം കഴിക്കുന്നെങ്കിലോ? അതെ, എനിക്കിഷ്ടമാണ് ഡെന്നിസിന് എന്നെ. ഇവളെന്ത് ഭ്രാന്താണ് ഈ പറയുന്നത്? ബാലമാമ, ആമി പോ. ആമി പുറത്തു പോ. ശരി. മുത്തശ്ശ പ്ലീസ്, ആരും ഇമോഷണലായി വെറുതെ വെള്ളം വെക്കരുത്. ഇതെനിക്ക് വിട്ടുതരാ. ഞാൻ കൈകാര്യം ചെയ്തോളാം. ആമിയുടെ ക്യാരക്ടർ എല്ലാവർക്കും അറിയാവുന്നല്ലേ. ഈശ്വര, എന്താണ് ഈ കുട്ടിക്ക് പറ്റണതാവോ? സത്യമാണോ രവി അവള് പറഞ്ഞതല്ല? എന്താ? ചെറിയ പെയിൻ പോലെ. മോനെ, രവി. நல்லதானே சுரேஷ் கோபி. നീ ചെല്ലു രവി വേഗം. இவங்களுக்கு அது தெரியாதுல்ல. நல்ல பையன் தான், கம்பெனி தான் செய்யணும் அது சொல்லணும். அதெல்லாம் பார்ப்பாங்களா? രവി, കൂടി കുച്ചിട്ടല്ലേ എടാ സുപ്പിരി കാച്ചി ഏടാ. എടാ 2.5 വർഷമായി നമ്മൾ തമ്മിൽ പരിചയപ്പെട്ടത്. പക്ഷെ 2 ജന്മത്തിന്റെ അടുപ്പം എനിക്ക് ഫീൽ ചെയ്തിരുന്നു. എന്റെ വിശ്വാസം നമ്മൾക്കിടയിൽ ഒന്നിനൊരു മറയില്ല എന്നുള്ളതായിരുന്നു. പക്ഷെ നീ എന്റെ ധാരണ തെറ്റിച്ചു ഡെന്നിസേ. രവി, നിനക്ക് എന്നോട് പറയായിരുന്നു നീയും ആമിയും തമ്മിൽ സ്നേഹത്തിലാണെന്ന് അറിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഞാനായിരിക്കില്ലടാ. നീ എന്നെ മനസ്സിലാക്കില്ലല്ലോ ഡെന്നിസേ. രവി, അതങ്ങനെയല്ല രവി. നീ ആമിയാണ് വിവാഹം കഴിക്കാൻ തീരുമാനിച്ചതെന്ന് അറിഞ്ഞപ്പോ അതിന്റെ കാരണവും ഞാൻ പറഞ്ഞു. ഇതൊരു പ്രേമമോ പ്രണയമോ മാങ്ങാ തൊലിയോ ഒന്നുമല്ല. ഏതെങ്കിലും ഒരു പെണ്ണിനെ കെട്ടണമെന്ന് പറഞ്ഞപ്പോ തോന്നി അവളെങ്കിൽ അവളെന്ന്. അത്രേ ഉള്ളൂ. എനിക്ക് നിന്നോടെല്ലാം പറയാമായിരുന്നു, തെറ്റാണ്. പക്ഷേ രവി, ഞാനും ആമി അതിനെക്കുറിച്ച് ഒന്നും സംസാരിച്ചിരുന്നില്ല. എനിവേ, ഓടി വന്ന് നിന്നെ കെട്ടിപ്പിടിച്ച് കൺഗ്രാലേറ്റ് ചെയ്യുന്നതിന് പകരം വഴക്ക് പറയേണ്ടി വന്നൊരു സങ്കടമുണ്ട്. നീ എന്നോട് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഞാനിത് വളരെ പ്ലാൻഡ് ആയിട്ട് എല്ലാവരുടെ മുമ്പിൽ അവതരിപ്പിച്ചേനെ. അവളത് കുളമാക്കി മുഖത്തടിച്ച പോലെ വിളിച്ചു പറഞ്ഞപ്പോ എല്ലാരും ഷോക്ക്ഡ് ആയിപ്പോയി. ഞാൻ ഡോക്ടർ സാമുവൽ എന്ന് വിളിച്ചിട്ട് വരാം. മുത്തച്ഛനെ നെഞ്ചുവേദന. ഞാനും കൂടെ വരാം. നോ, ഇറ്റ്സ് ഓൾ റൈറ്റ്. ஸ்டில் ஒரு மிஸ்டரி இருக்கு அதுல. யாரோ ஒருத்தங்க ஏதோ குத்துட்டு போனாங்க நைட்ல வந்து. സുരേഷ് ഗോപി. വാ, എന്താ മനസ്സുണ്ടാവേ? മുത്തച്ഛന് സുഖമില്ലാന്ന് രവി പറഞ്ഞു. കേൾക്കാനുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോ എന്റെ നെഞ്ച് വേദന. ഇറ്റ്സ് ഓൾറൈറ്റ്. ആമി. സോറി മിസ്റ്റർ ദിനേശ്, എനിക്ക് സംസാരിക്കാൻ അല്പം ബുദ്ധിമുട്ടുണ്ട്. മുത്തച്ഛ, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. If you don't mind, എനിക്ക് കുറച്ച് റെസ്റ്റ് വേണം. Will you please? இருக்கிறதுல சுரேஷ் கோபி தான் பாவம். வீடும் குத்து. ആ കുഞ്ഞുങ്ങൾ വി ഹേറ്റ് യു എന്ന് പറഞ്ഞപ്പോ എന്റെ ചങ്കിലാത് കൊണ്ടത്. നീ அது கன்வின்சிங்கா இருந்திருக்கு நமக்கு. എനിക്കറിയാം. கரெக்டா இருந்தது. அது இருந்ததுனால தான் உங்களோட கேரக்டர் அப்படி. എന്നെ ഗീർ കയറ്റി വിട്ടത്. இங்க அது காமிக்க மாட்டாங்க, எல்லாம் பேசியிருந்தாங்க. ഒരു പള്ളിയിൽ പെരുന്നാളിന് എന്നെ കൊണ്ട് അനുഭവം പോയിട്ട് ശിശുന്നാക്കണ്ട. ஓ, அது காட்டன்னு வச்சுக்கேன். ஸ்டோரி கம்ப்ளீட் ஆகாது. നീന്റെ പാറോക്ക് പോടാ. அவங்க ஏன் சோகமா வந்தாங்க? அவங்க ஏன் எல்லாமே வெற்றி. ഇല്ലടാ, Full beat பண்ண முடியாது. അവൻ എന്നെ കാണുന്നതേ ഇഷ്ടമല്ല. എന്റെ പേരല്ലടാ ഞാൻ. அது அட்டாக் அட்டாக்ஸ் மாதிரி இனிமேல் இது யூஸ் ആ பண்ணிக்கலாம். പാവങ്ങൾ മുഴുവൻ വേദനിപ്പിച്ചിട്ട് എനിക്കറിയും കിട്ടണ്ട. എനിക്ക് അവരുടെ സ്നേഹം തിരിച്ചു കിട്ടിയാൽ മതി. எல்லாம் இதால ஒரு வருஷம். அப்பவே கச்சூலாம் இருந்ததுடா. இது கச்சூ கைனஸ். பழைய எதிராது அப்போ யாரு 1999 தான். பழைய பிளாக் அண்ட் ஒயிட்ல ஒரு காமெடி போட்டுருந்தாரு கேன்வாஸ். டெனிஸ்,
റൈസ് ആൻഡ് ഷൈൻ. ബെത്ലഹേമിലെ കാലിത്തൊഴുത്തിലാണ് ജീസസ് പിറന്നതെന്നറിയാം. ബെത്ലഹേം ഡെന്നിസും Merry കാലിത്തൊഴുത്തിലാണ് പിറന്നതെന്ന് അറിഞ്ഞില്ല. നിന്റെ ഈ அந்த തറ ஏ വലുപ്പമല്ല. கிறிஸ்மஸ் வந்துச்சு നേരവും കാലവും നോക്കാതെ എഴുന്നള്ളിക്കുന്ന തമാശ. கரெக்டான கிறிஸ்மஸ் ரெஃபரன்ஸ் ஒரு வாட்டி வந்து அது போல பால் குடிச்சிட்டு போதையில അത് മറ്റുള്ളവരെ എത്രമാത്രം വേദനിപ്പിക്കുന്നുണ്ടെന്നുള്ളത് നിനക്കറിയോ? ഡെന്നിസ്, அந்த എന്തിനാ சந்தன் ഇങ്ങനെ shout ஐயோ ചെയ്യുന്നത്? பீர்க்கேவா ഞാൻ ഇന്ന് വരെ ഒരു പെണ്ണിനെ കൈ നീട്ടി അടിച്ചിട്ടില്ല. അതെന്നുണ്ടാവും. ഡെന്നിസ്, ദാ ആ കൈകൊണ്ടൊക്കെ എന്നെ തല്ലിയാ ഞാൻ ചത്തു. ആഹാ, വീണ്ടും തുടങ്ങി തമാശ. ഡെന്നിസ്, നമുക്കൊരു മോർണിംഗ് വാക്ക് ആവാം. ചുമ്മാ കുറച്ച് നടക്കാനേ. നിന്റെ കൂടെ നിനക്ക് എന്താ ഭ്രാന്തം? നമ്മൾ തമ്മിൽ എന്ത് ബന്ധമാണുള്ളത്? നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ. എന്റെ മനസ്സിലൊന്നുമില്ല. അപ്പൊ പിന്നെ എന്നെയാണ് നീ വിവാഹം? കള്ളം പറഞ്ഞതാണ്. ഞാൻ ഡെന്നിസിനെ വിവാഹം കഴിക്കാൻ പോകുന്നു. சொன்னா போயிடலாம்ல. ഞാൻ ആരെയും വിവാഹം കഴിക്കില്ല. அது என்ன ஏடி போத்து விட்ட ഡെന്നിസ് വരൂ. மாதவன் അന്ന് നിരഞ്ജനെ അവർ കൊല്ലും. நிரஞ்சன் നോക്കിക്കൊല്ലും. അതെ ഡെന്നിസ്, അന്ന് എന്റെയും ദിവസമാണ്. ഞാനും അന്ന് മരിക്കും. സൂയിസൈഡ്. ഞാനത് പ്ലാൻ ചെയ്ത് കഴിഞ്ഞു. അതിനു മുമ്പ് എന്നെ സ്നേഹിക്കുന്ന എല്ലാവരുടെയും വെറുപ്പ് പിടിച്ചു വാങ്ങാൻ ഞാനൊരു നുണ പറഞ്ഞു. അതിൽ ഡെന്നിസിനെ കൂടി ഇൻവോൾവ് ചെയ്തത് എന്റെ തെറ്റാണ്. பியூர் உதவுறாங்க சாரி Sorry, Dennis. ആരാത്? நிரஞ்சன் നിരഞ്ജൻ. என்ன பேர்றா ഇല്ല നിരഞ്ജനെ ശരിക്കും. நிரஞ்சன் ആരാ നിരഞ്ജൻ എന്ന് ചോദിച്ചാ അതും എനിക്കറിയില്ല. എന്റെ ഭർത്താവല്ല, എന്റെ ബോയ് ഫ്രണ്ട് അല്ല. നിരഞ്ജനെയാണ് ഞാൻ ഈ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത്. காம்பவுண்ட் பண்ணி சொல்லிருக்கலாம்ல அப்ப கூட இது பிரச்சனை இதே தேவையில்லாத கெட்ட பேர் வாங்கி ജീവിക്കണ്ട. അഭിരാമി. ഡെന്നിസിന് നിരഞ്ജനെ കുറിച്ച് കൂടുതൽ അറിയണ്ടേ? എനിക്കറിയാവുന്നത് വളരെ കുറച്ചാണ്. എന്റെ യൂണിവേഴ്സിറ്റിയിൽ നിരഞ്ജന്റെ ഗോൾഡ് മെഡൽ റെക്കോർഡ് ആരും ബ്രേക്ക് ചെയ്തിട്ടില്ല. பெரிய ஆள் போடா. എന്റെ കോളേജിൽ നിരഞ്ജൻ ഗസ്റ്റ് ലെക്ചറായി വർക്ക് ചെയ്തിട്ടുണ്ട്. കുറച്ചു കാലം, 6 മാസം. லெக்சரர் கூட നിരഞ്ജൻ സിറ്റിയിൽ ട്രക്ക് ഡ്രൈവറായി ജോലി ചെയ്യുന്നത് ഞാൻ കണ്ടു. அவங்க சிட்டில പിന്നെ ഒരു ഫാക്ടറിയിലെ തൊഴിലാളികളുടെ ലീഡറായി. ആ ഓർഗനൈസേഷന്റെ ലീഡർ നിരഞ്ജനായിരുന്നു. ഒടുവിൽ ഒരു ഇൻഡസ്ട്രിയലിസ്റ്റിന്റെ കാറിന് ബോംബെറിഞ്ഞ് നിരഞ്ജൻ 6 പേരെ കൊന്നു. കോടതിയിൽ തനിക്ക് വേണ്ടി വാദിക്കാൻ ഒരു വക്കീല് പോലും വേണ്ടെന്ന് പറഞ്ഞ് നിരഞ്ജൻ ആ ശിക്ഷ സ്വയം ഏറ്റുവാങ്ങുമായിരുന്നു. ഞാൻ പറഞ്ഞത് സത്യമാണ് ഡെന്നിസ്. എനിക്കറിയില്ല നിരഞ്ജനെ. നിരഞ്ജൻ എപ്പോഴും പറയുന്ന വാക്കുകൾ റെവല്യൂഷൻ, ക്ലാസ് വാർ. എനിക്കൊന്നേ അറിയാമായിരുന്നുള്ളൂ. നിരഞ്ജനെ ഞാൻ ഒരുപാട് സ്നേഹിച്ചിരുന്നു, അത്രമാത്രം. ഇതിനു മുമ്പ് നിരഞ്ജനെ ഒരു നോക്ക് കാണാൻ എന്റെ ഫ്രണ്ട്സ് ശ്രമിക്കുന്നുണ്ട്. കണ്ട നിരഞ്ജന്റെ കൈ കൊണ്ട് എന്റെ കഴുത്തിൽ കെട്ടിക്കാൻ ഞാനൊരു താലി കരുതി വെച്ചിട്ടുണ്ട്. ഡെന്നിസ് എന്നോട് എന്താ തോന്നുന്നത്? വെറുപ്പോ അതോ? ഇല്ല, വെറുക്കാൻ എനിക്ക് കഴിയില്ല. 2020 സുരേഷ് ഗോപി എന്താ and what did you spoil my എന്നെ name with god മനസ്സിലാക്കാൻ damn it ഡെന്നിസിന് മാത്രമേ കഴിയൂ. ഡെന്നിസ്, എനിക്ക് നിരഞ്ജനെ കാണാൻ കഴിയില്ലേ? ഞാനും ഒരുവാമിയുടെ കൂടെ ആ ചടങ്ങിന് സാക്ഷിയാവാൻ. ഷുവർ ഡെന്നിസ്? ഡെന്നിസ് എന്റെ കൂടെ ഉണ്ടാവോ? என்ன പക്ഷെ மனுஷன். നിരഞ്ജന കാണുന്നവരെ ആമി ഒരു സൂയിസൈഡിനെ കുറിച്ച് ചിന്തിക്കുക പോലും അരുത്. அப்படி சொல்ல கூடாது டியூட் டியூட் ஊரும் வீடியோ போட்டுருக்க ആമി പോവും. நீங்க எனக்கு இதெல்லாம் செய்யற വീട്ടിലേക്ക് പോകാൻ. வேற வழி தெரியல. ഡെന്നിസ്, ആരും ഒന്നും അറിയരുത്. അറിഞ്ഞാ நீ பொண்ணு കളിയും മെയ് 16th വരെ ഞാൻ കാത്തു നിൽക്കില്ല. யூஸ் பண்ணிட்டல பெண்களோட முக்கியமான கண்ணீர் யூஸ் இந்த பண்ண இடத்துல போட்டுருவேன் മുത്തശ്ശൻ വിളിച്ചു എന്ന് പറഞ്ഞു. കളിയും ചെറിയും നടന്നൊരു വെക്കേഷൻ. അതെന്റെ കൂടുതൽ ஏன் இளவு இந்த மாதிரி பண்ணுங்க ரெண்டு பேரும் അത് നിന്റെ വിവാഹമായിരുന്നു. இதுல 4 பொண்ணு இருக்குல்ல. ഒന്നും നടന്നില്ല. വേണ്ട, അവളെ ഇങ്ങനെ ഒരു വേദന തരുമെന്ന് കരുതിയില്ല. മുത്തശ്ശന് തെറ്റി. ആമി ആരെയും വേദനിപ്പിച്ചിട്ടില്ല. എന്നെയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഒരിക്കലും ഇല്ല. ഏതെങ്കിലും ഒരു കസിനെ വിവാഹം കഴിക്കണമെന്ന് அந்த நிரஞ்சன் என்ன சொன்னா லெக்சரரா இருந்துட்டு லாரி லெக்சரரா இருந்துட்டு யூனியன் லீடரா லாரி ஓட்டிட்டு அங்க யூனியன் லீடர் ஆயிட்டு ரெட் வார்ல வந்து பாம்பு வச்சு ആഗ്രഹം മാത്രം. எதனா അവളുടെ മനസ്സിൽ മറ്റൊരാളുണ്ടെന്ന് അവള് തുറന്നു പറഞ്ഞതോടെ ആ വിഷയം അവിടെ തീർന്നു. வாத்தியார் ரைட்டரா ആമിയെ സംബന്ധിച്ച് എല്ലാ ആമാണ്ടാ. കാര്യത്തിലും അവൾക്ക് അവളുടേതായിട്ടുള്ള തീരുമാനങ്ങളുണ്ട്. അതെ, തീരുമാനമാണ്. ഞങ്ങളെ വേദനിപ്പിക്കുക എന്നുള്ള തീരുമാനം. കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് ആ കുട്ടി എപ്പോഴും ശ്രമിക്കുന്നത് അതിനാണ്. നിങ്ങൾക്ക് ഇഷ്ടമാവുന്നത് മാത്രം ചെയ്യാൻ വേണ്ടി നിങ്ങൾ വളർത്തി വലുതാക്കുന്ന മകൾ തികഞ്ഞ സ്വാർത്ഥതയാണത്. കാലങ്ങളോളം അടച്ചുപൂട്ടി ഷോക്കേസിൽ വെക്കാവുന്ന ഒരു പാവക്കുട്ടിയൊന്നുമല്ല മകൾ. അവൾ മറ്റൊരു ഇൻഡിവിജ്വലാണ്. അവളുടെ ജീവിതം ഇപ്പൊ ஏன்னா അവളാണ് ஒரு ഈ கேரக்டரா ലോകം. இருக்கு അവളുടെ ഇഷ്ടങ്ങളെ തീരുമാനങ്ങളെ ഒക്കെ കുറച്ചുകൂടി ലിബറൽ ആയിട്ട് കാണുക.
കുട്ടിക്കാലത്തും വളർന്നതിന് ശേഷവും ജീനിയസ് എന്ന് മനസ്സിൽ കരുതി ഞാൻ ആരാധിച്ചിരുന്ന ബാലമാമയോടാണ് ഈ പുരോഗമന പ്രസംഗമൊക്കെ ഞാൻ നടത്തുന്നത്. ബാലമാമയ്ക്ക് ഇതെന്ത് പറ്റി ഇങ്ങനെ തളരാൻ? അറിവിനും പാണ്ഡിത്യത്തിനൊന്നും ഒരച്ഛന്റെ മനസ്സിനെ ജയിക്കാൻ കഴിയില്ല രവി. ഒരു പെർസ്പെക്റ്റീവ് ചേഞ്ച്. ഞാനതേ പറയുന്നുള്ളൂ. കാര്യങ്ങളെ നമുക്ക് വേറൊരു ആംഗിളിൽ കാണാം. നമുക്ക് ആമിയുടെ കൂടെ ഒന്ന് ചിന്തിക്കാം. എന്താ അവൾ ആഗ്രഹിച്ചത്? അതിലെന്താ ഒരു തെറ്റ്? അവളുടെ നന്മയും സന്തോഷവും ഒക്കെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നമുക്കതൊക്കെ നടത്തി കൊടുത്തൂടെ? എന്താ രവി പറയുന്നത്? വളരെയധികം ആലോചിച്ച ശേഷമാണ് ഞാൻ ഈ പറയുന്നത്. മറ്റെല്ലാം മറക്കാൻ തയ്യാറായാലും എന്താണ് അയാളുടെ യോഗ്യത? എന്നേക്കാൾ എന്തുകൊണ്ടും എല്ലാം കൊണ്ടും അവൻ മുന്നിലാണ്. സുഹൃത്തിനെ ഗ്ലോറിഫൈ ചെയ്യാൻ നീ പറയുന്ന നല്ല വാക്ക്. അല്ല മുത്തശ്ശ, സത്യം. ഞാൻ ഇതുവരെ ഒരു നുണയിൽ ജീവിക്കുകയായിരുന്നു. അവന്റെ ഔദാര്യം കൊണ്ട് കെട്ടിപ്പൊക്കിയ ഒരു ഫാൾസ് ഇമേജിൽ നിങ്ങളുടെ എല്ലാം മുന്നിൽ തലയുയർത്തി പിടിച്ചു നിൽക്കാൻ അവൻ എന്നെ ഈ ഫാം ഹൗസിന്റെ പാർട്ട്ണറാക്കി. എനിക്കിതിലൊരു അവകാശമില്ല. ഇതെല്ലാം ഡെന്നീസിന്റെയാ. കഴിഞ്ഞ 2.5 വർഷം കൊണ്ട് ഞാൻ നേടിയെടുത്തത് ലക്ഷങ്ങളുടെ കടവും പുല്ലുപോലും മുളയ്ക്കാത്തൊരു കുന്നിഞ്ചിരി രൂപ. ഒരവധിക്കാലം മുഴുവൻ ഞാൻ അനാഥനല്ലാതാകുന്നു എന്ന് പറഞ്ഞ് തുള്ളിച്ചാടിയവൻ, നിങ്ങളുടെ വരവിനായി ഈ വീട് മോടി കൂട്ടിയവൻ, ഒന്നും ആരോടും പറയാതെ ഒരു ലാഭവും പ്രതീക്ഷിക്കാതെ ഇപ്പൊ പുറത്ത് ഔട്ട് ഹൗസിൽ തന്റെ ജോലിക്കാരനോടൊപ്പം താമസിക്കുന്നവൻ, അവൻ എന്നെക്കാളും എന്തുകൊണ്ട് മുന്നിൽ തന്നെയല്ലേ? എന്തിനാണ് രവി നീ? എന്റെ തെറ്റാണ്. പക്ഷെ എനിക്കിപ്പോ തോന്നുന്നു അതാണല്ലോ ഇത്രയും വലിയൊരു നന്മയുണ്ടാവാൻ കാരണമായത്. ആമിക്ക് ഡെന്നീസിനെ കിട്ടിയില്ലേ? നമുക്കിതങ്ങ് നടത്താം. അവർ ഈ ലോകത്തിലെ ഏറ്റവും ഭാഗ്യവാന്മാരായ ഭാര്യയും ഭർത്താവുമാവും. നമുക്ക് നമ്മുടെ ആമിയെ തിരിച്ചു കിട്ടും. എല്ലാം എല്ലാം പഴയ പോലെ ആവും. പ്ലീസ്. ാണ് തീരുമാനിക്കേണ്ടത്. ഞാൻ എന്തിനും തയ്യാറാണ്. എന്റെ ഒന്നും ആലോചിക്കാനില്ല. இதெல்லாம் அவங்களுக்கு தெரிஞ்ச உடனே ആ കുട്ടികൾ സന്തോഷം இது வந்து இல்ல அவர் கிடையாது, வேற ஒருத்தர் ഡയറക്ടർ ലവ് പண்ற சொல்லானு. ഡെന്നിസ്, നമ്മുടെ വിവാഹം രവിയേട്ടൻ എല്ലാവരും സമ്മതിപ്പിച്ചു. നമ്മുടെ വിവാഹം നമ്മൾ എന്ത് ചെയ്യും ഡെന്നിസ്? കൈയടി. അതെന്റെ ധൈര്യം കെടുത്തു. അവൻ തീരുമാനിക്കട്ടെ. പാവങ്ങളാമി, അതുകൊണ്ട് എളുപ്പത്തിൽ അവരെ വിഡ്ഢികളാക്കാൻ കഴിയും. എന്നെ സ്നേഹിക്കുന്ന എല്ലാരെയും ഞാൻ വഞ്ചിക്കുകയാണ് അല്ലേ ഡെന്നിസ്? അതെ. എന്നിട്ട് മുഴുവൻ സ്നേഹവും ആമി മറ്റൊരാൾക്ക് നൽകുന്നു. ഒരു ഹൃദയം സ്വന്തമാക്കാൻ ഒരുപാട് ഹൃദയങ്ങളെ കൊണ്ടുപോയി. കിട്ടുന്നില്ലല്ലോ ഡെന്നിസ്. കരയാൻ പാടില്ല. ഇനിയും ഏറച്ചിരിക്കുന്ന മുഖവുമായി ഒരുപാട് അഭിനയിക്കാനുണ്ട് ആമിക്ക്. കണ്ണീര് വീണാൽ ആമി മുഖത്തണിഞ്ഞിരിക്കുന്ന ഈ മാസ്കില്ലേ, അത് ഇളകിപ്പോവും. ഞാൻ കൂടെയുണ്ട്. എല്ലാവരെയും വഞ്ചിക്കുന്ന ഈ നാടകം തീർന്നാൽ ആമി എനിക്കൊരു കാര്യം പറഞ്ഞു തരണം. എന്തായിരുന്നു എന്റെ വേഷത്തിന്റെ പേര്? കോമാളി, വിദൂഷകൻ, അല്ലെങ്കിൽ വെറും തമ്മി? ഡെന്നിസ്, നിരഞ്ജനെ ഞാൻ കണ്ടിട്ടേ ഇല്ലായിരുന്നെങ്കിൽ ഡെന്നിസ്, ഞാൻ നിങ്ങളെ മാത്രമേ സ്നേഹിക്കുമായിരുന്നുള്ളൂ. അത്രയ്ക്ക് നല്ലവരാണ് നിങ്ങൾ. അതിനിടയ്ക്ക് റൊമാൻസിനും എത്തി അല്ലേ? വേറെ നേരം കളപ്പുകയോ പാവണ്ടാവത്. ഡെന്നിസ്, ബത്ലഹേമിലെ ഭൂമിയിലെ നിന്റെ ഏകാന്തവാസം അവസാനിക്കുന്നു. എല്ലാവരും നിറഞ്ഞ മനസ്സോടെ അവളെ നിനക്ക് തരുന്നു. ഇത് വൈദ്യത്തിൽ പേசுற மாதிரி இல்ல, ஜெரம் பேசுது. പക്ഷെ അതിന് മുമ്പ് ഒരു ചടങ്ങ്, ഒരു എൻഗേജ്മെന്റ്. സന്തോഷമായില്ലടാ? சுரேஷ் கோபி டீசெண்டா இருக்காரு. அவரையும் தாத்தா ஒத்துக்கல. இப்ப லாரி டிரைவர் லவ் பண்ண சொன்னா தாத்தா செத்து ஹார்ட் அட்டாக்கே வந்துடும் உங்களுக்கு. இது இவருனாலதான் ஒத்துக்கினாங்க. இப்ப இவரு எல்லாம் இல்ல, அதுக்கு முன்னாடி தெரியாத போதே ஓரளவுக்கு இருக்கிறது. அதுக்கு செஸ்ட் பெயின் இல்ல, என்னென்னலாம் பேசுனாங்கடா. அவனுக்கு என்ன இது இருக்கு? யாரா தாத்தா கோல்டு இருக்கிறாரு. டிக் பண்ணி 17 வயசுல டிகர் ஆகுறாரு. ரெண்டு பேரும் மூஞ்சி பாக்கணும். இது இந்த இதுக்கு என்ன பாட்டு போடுறது? നാളെ ഒരു ദിവസം മാത്രമേ എനിക്ക് നിരഞ്ജനെ കാണാൻ കഴിയൂ. അതിന്റെ അടുത്ത ദിവസം അവര് നിരഞ്ജനെ. എനിക്ക് പോകണം ഡെന്നിസ്. ഡെന്നിസ് എന്നെ കൊണ്ടുവല്ലേ? പറയൂ. നാളെ ഒരു നിമിഷം പോലും വൈകാനില്ല. നമുക്ക് ഇപ്പൊ തന്നെ തിരിക്കണം. ആമി,
ആരും അറിയാതെ നമ്മൾ എനിക്ക് പോകണം ഡെന്നിസ്. എനിക്ക് നിരഞ്ജനെ കാണണം. മറ്റൊന്നും എനിക്കറിയില്ല, മറ്റൊന്നും എനിക്ക് കേൾക്കണ്ട. കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ എനിക്കറിയാൻ പോവാൻ. ജയിലിലേക്കല്ല, നിരഞ്ജൻ അവിടുന്ന് പോകുന്നിടത്ത് ആദ്യം ഞാൻ എത്തും. ആമി எந்த ஊர்ல போடுறாங்க அது ஒண்ணு சொல்லு. காலா பண்ணிட்டு போட போறான். കേറിക്കാം. கலாபவன் மணி ஐயா. സാർ നാളെ രാവിലെ വീട്ടിലൊരു ചടങ്ങ് നടക്കാനുണ്ട്, ഒരു വിവാഹ നിശ്ചയം. അത് മുടങ്ങിയാൽ അവർക്ക് ആർക്ക് സഹിക്കാൻ കഴിയില്ല സാർ. നടക്കാത്ത കല്യാണത്തിന്റെ നിശ്ചയം, അതിലും വലുതാണ് ആമി ആവശ്യപ്പെടുന്നത്. അവള് പറഞ്ഞത് നീ കേട്ടില്ലേ? ഇപ്പൊ പോയില്ലെങ്കിൽ സാർ മോനായി. கலாபவன் மணி பத்தியா இவ்வளவு நேரம் காமெடியான்ட்டு டப்புன்னு ஒரு சீரியஸா அந்த மூஞ்சில தெரிந்து பாரு அப்படியே. இதுதான் மர்ஜுன் தான் நாம பார்த்தா സാറേ சுரேஷ் நானும் பேசினது முன்னாடியே கிளம்பிட்டு കേസിലാണ് കാർ എവിടെ പോകുന്നു ആമിയായിട്ട്? ഞാൻ പോയി വരാം, എന്നിട്ട് പറയാം. ആ എവിടെ പോകുന്നു എന്നോടൊന്ന് പറഞ്ഞിട്ട് പോ. ഒരുപാട് ദൂരെ എത്താനുണ്ട്. ഇപ്പൊ എനിക്കൊന്നും പറയാൻ സമയമില്ല. വാട്ട് നോൺസെൻസ് യു ആർ ടോക്കിംഗ്? നീ എന്ത് ഭ്രാന്തായി പറയുന്നു? ആമി ഇവിടെ ഇറങ്ങി. അവരെങ്ങോട്ടാ പോയത്? എനിക്കറിയില്ല സാർ. നിരഞ്ജൻ வந்து வேற ஒருத்தர் பண்ணதுக்கு இவர் அக்செப்ட் பண்ணிக்கிறாரு. இவர் தான் பண்ணிருக்காரு. அது பேரு சாப்பிட்டு റിലാക്സ് ആമി, കൺട്രോൾ യുവർസെൽഫ്. നീ അയാളെ കരയിക്കാനല്ല വന്നത്. விட்டுருக்காங்களா? காலா பண்ணி லொகேஷன் மாத்தாங்குது. இவர கேஷ்ல போடவே இல்ல. அடடே இது அன்எக்ஸ்பெக்டட். இந்த நிரஞ்சனா அடடே காலா பண்ணின்னு சொல்லி டக்கு எல்லாம் சிக்கை வருது. டாலட்டே வராரு. இங்க தேவதூதன்ல இருக்கு கேட்டு. സുഖം. இந்த இது பானாக்கா தெரியல, அந்த பையன் இன்னுமாடா இவரு இந்த காலேஜ் போயிட்டு ஒண்ணுமா ஒரு ஜெயில ரிலீஸ் பண்ணல. ഒരു പൂർണ്ണ ചിത്രമുണ്ടായിരുന്നു നിങ്ങളുടെ. വെറുതെ പകൽക്കിനാവുകൾ കാണുന്ന കൂട്ടത്തിൽ നിങ്ങളുടെ ഫാമും എന്റെ മനസ്സിൽ വരാറുണ്ട്. ഭാവനയിൽ ഒരു ബദൽഹേം ഞാൻ ഉണ്ടാക്കിയെടുത്തു. ഒറിജിനൽ ഒരിക്കലും കാണാൻ പോകുന്നില്ലാത്തതിനാൽ ആ സങ്കല്പം തകരില്ല. അഭിരാമി, വരേണ്ടിയിരുന്നില്ല. ഈ കണ്ണീര് എന്നെ പലതും ഓർമ്മപ്പെടുത്തും. ജീവിതം അവസാനിക്കുകയാണ് എന്നുള്ള സത്യം. തൂക്കുമരത്തിലേക്ക് പോകാൻ തയ്യാറെടുക്കുന്ന ഓരോ കുറ്റവാളിയെയും പോലെ എൻ്റെ മനസ്സും പിടയാറുണ്ട്. എല്ലാം തിരിച്ചു കിട്ടണമെന്ന് ആശിക്കാറുമുണ്ട്. പക്ഷെ ഞാൻ എന്നെ ജയിക്കാൻ ശ്രമിക്കുകയാണ്. തോൽപ്പിക്കില്ല എന്നെ. നിരഞ്ജൻ, ഈ ഒരു ദിവസത്തിന് വേണ്ടി ജീവിച്ചവളാണ് ഞാൻ. ഒരിക്കൽ നിരഞ്ജനെ കാണാൻ ദാ, ഇതെന്റെ കഴുത്തിൽ നിരഞ്ജന്റെ കൈകൊണ്ട് കെട്ടിക്കാൻ. ജീവിക്കുന്നെങ്കിൽ അത് നിരഞ്ജന്റെ വിധവയായിട്ട്, മരിക്കുന്നെങ്കിലും അങ്ങനെ. ഇത് വാങ്ങിക്കൂ നിരഞ്ജൻ. அதெல்லாம் கட்டணும் உங்களுக்கு. അഭിരാമി ജീവിക്കണം. ഒരുപാട് നാൾ, ഒരുപാട് കാലം ജീവിച്ചു വേണം എന്നോടുള്ള സ്നേഹം തെളിയിക്കാൻ. പക്ഷെ നിരഞ്ജൻ എന്ന കുറ്റവാളിയുടെ ജീവിക്കുന്ന സ്മാരകമായിട്ടാകരുത്. നിരഞ്ജൻ ഒരു തെറ്റാണ്. ആ തെറ്റിനെ ഗ്ലോറിഫൈ ചെയ്യാൻ ഒന്നും ഭൂമിയിൽ ബാക്കിയുണ്ടാവില്ല. ഞാൻ എന്നും നിരഞ്ജനെ സ്നേഹിക്കും. നിരഞ്ജനെ മാത്രമേ ഞാൻ സ്നേഹിക്കുള്ളൂ. അഭിരാമി നല്ല കുട്ടിയാണ്. നിങ്ങളൊരു നല്ല മനുഷ്യനും. രണ്ടുപേരും എനിക്ക് പറയാനുള്ളത് ശ്രദ്ധയോടെ കേൾക്കണം. പാപമെന്ന വാക്ക് കേട്ടാൽ എനിക്ക് പുച്ഛമായിരുന്നു. ഉടയാളൻ അടിമയെ ഭയപ്പെടുത്തി നിർത്താൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന പദം. പക്ഷെ ജീവിതം എന്നെ പഠിപ്പിച്ചു ആ വാക്കിന്റെ അർത്ഥവും വ്യാപ്തിയും അതിന്റെ ചോരമണവും. ലക്ഷ്യമാർഗത്തെ സാധൂകരിക്കുന്നു. ലക്ഷ്യത്തിലെത്താനുള്ള വഴിയിൽ എന്തുമാവാം. ചോരപ്പുഴകൾ, കബന്ധങ്ങൾ, രക്തത്തിൽ അലിഞ്ഞു ചേർന്നു പോയ വിശ്വാസ പ്രമാണങ്ങൾ. തെറ്റാണത്. അറിയാൻ വൈകിപ്പോയി. 1000 തൊഴിലാളി കുടുംബങ്ങളെ മുഴുപട്ടിണിയിലേക്ക് വലിച്ചെറിഞ്ഞവനായിരുന്നു ബ്രജേഷ് മല്ലയ്യ എന്ന ഇൻഡസ്ട്രിയലിസ്റ്റ്. അയാളുടെ ബലത്തിന്, അയാളുടെ പണം കൊണ്ട് അയാൾ നിർമ്മിച്ച ഗവൺമെന്റും കൊല്ലാൻ തീരുമാനിച്ചു. ഞാനാണ് കാത്തിരുന്നത് ബോംബുമായി. കാറിൽ മല്ലയ്യ മാത്രമേ ഉണ്ടാവൂ എന്ന എന്റെ കണക്കൂട്ടലുകൾ തെറ്റി. അയാളുടെ 3 പിഞ്ചു കുഞ്ഞുങ്ങൾ, കൂടവൃദ്ധയായ അയാളുടെ അമ്മ, പിന്നെ നിരപരാധിയായ അയാളുടെ ഡ്രൈവറും. പക്ഷെ ഒന്നും എന്നെ തടഞ്ഞില്ല. 4 വയസ്സുകാരിയായ അയാളുടെ മകളുടെ അറ്റുപോയ കുഞ്ഞിക്കൈ എന്റെ ദേഹത്താണ് വന്ന് വീണത്. ആ കൈവിരലുകൾ അപ്പോഴും ചലിക്കുന്നുണ്ടായിരുന്നു, എന്തോ തിരയുന്ന പോലെ. എന്ത് നേടി? ഏത് ലക്ഷ്യത്തിലെത്തി?
ബ്രിജേഷ് മല്യയ്ക്ക് പകരം മറ്റൊരാൾ ആ സ്ഥാനത്ത് വന്നു. വ്യവസ്ഥിതി മാറിയില്ല, വ്യക്തികൾ മാത്രം മാറി. ഒറ്റപ്പെട്ട കൊലപാതകങ്ങൾ മഹത്തായ മാറ്റം മാത്രം കൊതിക്കുന്ന വികാരജീവികളായ വിപ്ലവകാരികളുടെ മനോരോഗത്തിന്റെ സൃഷ്ടികൾ മാത്രമാണെന്ന് ഞാനിപ്പോ തിരിച്ചറിയുന്നു. ആത്മാവ് ശരീരമെന്ന ഈ മുഷിഞ്ഞ വസ്ത്രത്തിന്റെ കൂടും വിട്ട് യാത്രയാകുന്ന നാളും കാത്തിരിക്കുന്ന എന്നെ വീണ്ടും ഒരു ഭാവത്തിലേക്ക് തള്ളിവിടാൻ അഭിരാമി നീ കാരണമാവരുത്. നിന്റെ ജീവിതം എന്നെ സ്നേഹിച്ചിരുന്നു എന്ന ഏക കുറ്റത്തിന് നീ പാഴാക്കി കളയാൻ തീരുമാനിച്ചാൽ അതിനെന്റെ തെറ്റാകും. ഞാൻ ചെയ്യുന്ന മറ്റൊരു പാപം. അരുത് അഭിരാമി, നിന്നെ എനിക്കിഷ്ടമാണ്. എനിക്കൊരു ജീവിതമുണ്ടെങ്കിൽ അത് പങ്കുവെക്കാൻ ഞാൻ നിന്നെ കൂടെ വിളിക്കാമെന്ന് പറഞ്ഞതും സത്യമാണ്. പക്ഷേ ഇനി എനിക്കൊരു ജീവിതമില്ല. ബാക്കിയാവുന്നത് എന്റെ ആത്മാവ് മാത്രമാണ്. പാപബോധവും വ്യർത്ഥസ്വപ്നങ്ങളും പേറി അലയാൻ വേണ്ടി വിധിക്കപ്പെട്ടത് എന്റെ ആത്മാവും. അതിന് മോക്ഷം കിട്ടാൻ ഡെന്നിസ്, നിങ്ങൾക്ക് അഭിരാമിയിൽ പിറക്കുന്ന മകനെ കൊണ്ട് എനിക്ക് ബലിയിടണം. നിരഞ്ജൻ എന്താ പറഞ്ഞത്? അതെ, അഭിരാമിയും ഡെന്നിസും നിങ്ങൾ ഒന്നാവണം. ഒരുപാട് വർഷം തമ്മിൽ സ്നേഹിച്ച് ജീവിക്കണം. ഇല്ല, നടക്കില്ല. ഞാൻ ആരെ സ്നേഹിക്കില്ല. എനിക്കതിന് കഴിയില്ല. അഭിരാമി, ഇല്ല നിരഞ്ജൻ, പ്ലീസ്. ആമിയോട് നിങ്ങൾ മാത്രമേ അഭിരാമിയോട് പറയാൻ കഴിയൂ. തൂക്കുമരത്തിലേക്ക് പോകുന്നവനോട് അന്ത്യാഭിലാഷം ചോദിക്കുക എന്നൊരു ചടങ്ങുണ്ട്. ഇവിടെ ഞാനാണ് ഒരു വര യാചിക്കുന്നത്. സാധിച്ചു തരേണ്ടത് നിങ്ങളും. ഡെന്നിസ്, ഈ താലി ഞാൻ സാക്ഷിയായി, എന്നിലൂടെ ഈ പ്രപഞ്ചം മുഴുവൻ സാക്ഷിയായി അഭിരാമിയുടെ കഴുത്തി കെട്ടു. ഇല്ല, ഇല്ല, അരുത് നിരഞ്ജൻ. അത് മാത്രം എന്നോട് ആവശ്യപ്പെടരുത്. ആ താലി എന്റെ കഴുത്തിൽ കെട്ടാൻ നിരഞ്ജന് വയ്യെങ്കിൽ വേണ്ട. മറ്റൊന്നിനും എന്നെ നിർബന്ധിക്കരുത്. ഇത് മാത്രമല്ലേ ഞാൻ ഈ ജന്മത്തിൽ നിന്നോട് ആവശ്യപ്പെടുള്ളൂ. സർ, പ്ലീസ്. ഡെന്നിസ്, മരണത്തിന് മുമ്പ് ജീവിതത്തിൽ ഇത്ര നാളും കണ്ടതിലെ ഏറ്റവും സുന്ദരമായ കാഴ്ച ഞാനൊന്ന് കാണട്ടെ. സുമംഗലിയായ അഭിരാമി തൂക്കുകയറിന് മുന്നിൽ നിൽക്കുമ്പോഴും എനിക്ക് ആ ചിത്രം കാണണം മനസ്സിൽ. ഡെന്നിസ്, പ്ലീസ് ഡെന്നിസ്. ഞാനത് അനുവദിക്കില്ല. നിരഞ്ജനില്ലാതെ എനിക്കൊന്നും വേണ്ട. എനിക്ക് വേണ്ട ഒരു ജീവിതം. നോക്ക് അഭിരാമി, അഭിരാമിയെ ത്യാഗം ചെയ്യാൻ പോകുന്നു സുഖത്തിനായി. இல்லடா எப்படி இருந்தாலும் இவர் தான் டியூடி. அவங்க ரெண்டு பேர் லவ் பண்றாங்க. இவர் தான் தாலி கட்ட போறாரு. നിരഞ്ജനെ ആശ്വസിപ്പിക്കാനാണെങ്കിൽ അനുസരിക്കാണ് വേണ്ടത്. മിസ്റ്റർ നിരഞ്ജൻ, സർ, പ്ലീസ് സർ. കം ഓൺ. Thanks bro. ഡെന്നിസ്, പ്ലീസ്. ഡെന്നിസ്, പ്ലീസ്. Oh, get up, man. ഇത്രേ എനിക്ക് നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ കഴിയൂ നിരഞ്ജൻ. ആമി എന്നോട് പൊറുക്കട്ടെ. ഇല്ല ഡെന്നിസ്, ഐ നോ ഹർ. എല്ലാം മറന്ന് അവൾ നിങ്ങളെ മാത്രം സ്നേഹിക്കും. ഈ ഒരു മറയ്ക്കപ്പുറം വന്ന് നിങ്ങളുടെ നെറുകയിൽ കൈവച്ച് അനുഗ്രഹിക്കാൻ എനിക്ക് കഴിയില്ല. ദാ, തൊടാതെ ഞാൻ തൊട്ടിരിക്കുന്നു. എന്റെ ഹൃദയത്തിൽ നന്മ ബാക്കിയുണ്ടെങ്കിൽ അത് മുഴുവൻ തന്ന് ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു. ഞാൻ പോവുകയാണ്. സമയം കഴിഞ്ഞു. തിരിഞ്ഞു നോക്കില്ല. ഞാൻ തിരിഞ്ഞു നോക്കില്ല. തിരിഞ്ഞു നോക്കിയാൽ എനിക്ക് നിങ്ങളെ കാണാൻ കഴിയില്ല. എന്റെ കണ്ണ് നിറഞ്ഞ് എല്ലാം മറഞ്ഞു പോകും. എനിക്ക് ഈ ചിത്രം മതി. ഈ ചിത്രം. ഗുഡ് ലക്ക് മൈ ഫ്രണ്ട്സ്, ഗുഡ് ലക്ക്. நைஸ் ரோல். படம் பார்த்தது கம்பேர் பண்ணும்போது செமையா இந்த சின்ன சீக்வன்ஸ். അടുത്ത സമ്മർ വെക്കേഷനും ബെത്ലഹേമിൽ തന്നെ. അപ്പോൾ ഞങ്ങളെ റിസീവ് ചെയ്യാൻ ഒരാൾ കൂടെ കാണുമോ? இந்த அளவுக்கு പാക്ക് ചെയ്ത് എന്റെ അടുത്ത് എത്തിക്കോണം. இந்த அளவுக்கு ഞാൻ അയച്ചു തരും. இல்லடா இவ்வளவு நேரம் அதுக்கு நின்னா ഡെന്നിസേ, ஸ்கூல் ஃபிட் பண்ணவனா அவங்க வந்து தாத்தா பாட்டியாக நடிக்கிறாங்க. இரு வந்தா பாப்போம். ശരി മോളെ. ഓക്കേ. wish you all the best. ശരി മോളെ, വരട്ടെ. ഓൾ ദി ബെസ്റ്റ്. പെട്ടെന്ന് എത്തിയേക്കാം. யார் தானே அந்த பூனை அனுப்பிச்சது? ടാറ്റാ.
അടുത്ത സമ്മറിൽ ഞാൻ വരും ബത്ലഹേമിലേക്ക്. ക്യാച്ച് മീ ബിഫോർ ദാറ്റ്. യുവേഴ്സ് பார்த்து பார்க்கணுமா? கிறிஸ்மஸ் கிறிஸ்மஸ் ஏய் என்னடா இது இதுலாம் வரும் நீங்க அந்த பாட்டு மட்டும் தான் நினைக்கிறேன். நானும் பார்த்ததுல கிறிஸ்மஸ் ரிலேட்டட் தான் போட்டிருந்தாங்க. அந்த இது மட்டும் தான் நினைக்கிறேன். இது சம்மர் இன் பெத்லஹேம்னு ஒரு பாட்டு வந்தது. பட் பரவாயில்ல, படம் வந்து கொஞ்சம் அப்படியே funny. செகண்ட் ஹாஃப் சூப்பரா போச்சுடா, செமையா போச்சு, ஃபாஸ்டா போயிடுச்சு. 1 hour போனது தெரியல. அண்ட் ஆல்சோ வந்து மோகன்லால் மூவி இல்ல சோஃபார் பார்த்த மூவில வந்து ரீசெண்டா சொல்றேன், மூவி கம்பேர் பண்ண அந்த ஒரு சீன் நல்லா இருந்துச்சு, இம்பாக்ட்ஃபுல்லா இருக்கு. எல்லா மோகன்லால் மூவியோட கம்பேர் பண்ணா எல்லாமே இல்ல சோஃபா ரீசெண்டா ரீசெண்டா பார்த்தது பார்த்தது. எக்ஸ்பீரியன்ஸ் இல்ல அவர் expect பண்ணல அவரு. அது எக்ஸ்பிளைன் பண்ணதான் செம்மையா இருந்துச்சு. அந்த குழந்தை கை வந்து விழுந்து ஏதோ தேடுறது போல இருக்குன்னாரு. ஆ. மேரேஜ் இது நல்லா நல்லா இருந்துச்சு அந்த சீனு. ஒரு கேமியோ சூப்பரா இருந்துச்சு. கேமியோ அப்புறம் இவர் கேரக்டர்லாம் ஜெயராம் ஜெயராம் கேரக்டர், கலாபவன் மணி கேரக்டர் எல்லாமே super. அது என்ன ஓப்பன் எண்டிங் தானே அந்த கேட் கிட்டனோட இது தெரியல, அடுத்த பார்ட் ஏதாவது வின்டர் இன் பெத்லஹேம் ஏதாவது இருக்குதான்னு தெரியல. ஸ்ப்ரிங் இன் பெத்லஹேம் தெரியல, சொல்லுங்க செகண்ட் பார்ட் இருந்துச்சுன்னா. சொல்லு அது அது வந்து ஹாசினி ஆசை. அது யார் அது இது பண்ணான்னு தெரியல. வித் ரெஸ்பெக்ட் மஞ்சு வாரியர் ரொம்ப பிடிக்கும் எனக்கு, நல்ல ஆக்ட்ரஸ். பட் அதுக்கு இதுக்கு சம்மந்தமே இல்ல. அது கம்பேர் ஹாசினி ரொம்ப வந்து irritate iconic. பண்ணாங்க இவங்க. ரொம்ப அவங்க செல்ஃபிஷா பண்ண மாதிரி இருந்துச்சு. ஐகானிக் அதெல்லாம். அது கூட சுரேஷ் கோபி வந்து கேஸ் லைட் பண்ணாங்க தெரியுமா, அதான் பண்ணியிருந்தாங்க. சுரேஷ் கோபி தான் எனக்கு பாவம், அவர் என்ன பண்றதுன்னு தெரியல. அவர் வச்சு விளாட்டாங்க, அவர் வச்சு. we have dude in 1990. 90s. நீங்க அது சொன்னீங்களா அது- நம்பிரு. ஆமா டியூட் தான் அது. கொஞ்சம் ரீ ரெக்கார்டிங் இருந்திருக்கும் இந்த 10ல. இப்போ நீங்க ரியாக்ஷன் பார்த்துட்டு வந்திருப்பீங்க. ஒரு ரீ ரெக்கார்டிங் வந்து நான் போட்டிருப்பேன். ஸோ வந்து எப்படி இதுன்னு பாருங்க. நீங்க அது நல்லா இருக்குன்னு சொன்னா நான் கெரியர் போய் ரீ ரெக்கார்டிங் போயிடுறேன். ஸோ அது ஒன்று. ஸோ அதுவும் இல்லாம வந்து இந்த படம் வந்து தமிழ்ல ரீமேக் ஆயிருக்குல்ல. ஆமா, லேசா லேசா அது வந்து பிரியதர்ஷன் தான் எடுத்திருக்காரு. பிரியதர்ஷன் தான் எடுத்திருக்காரு. அது வந்து என்னை பொறுத்த வரைக்கும் இந்த படமா அந்த படமா, எனக்கு அந்த படம் ரொம்ப லேசா லேசா ரொம்ப பிடிக்கும். அது வந்து அதுல வந்து இவர்லாம் ஸ்ரீனிவாஸ்லாம் நடிச்சிருப்பாரு. சூப்பரா பயங்கரமா காமெடி. இவரு கூட இருப்பாருடா அந்த ஹனீஃபா. அவரும் இருப்பாரு. அதுல ஒரு காமெடி ஐகானிக்கா ரெண்டு இருக்கும். பேருமே இப்ப இல்ல. ஆமா பாவம், sad. அதுல ஒரு காமெடி இருக்கும் ஐகானிக்கா. துணி காய வச்சு சொன்னே காய வச்சு அப்பதானே சுடு தண்ணி வைக்க சொன்னீங்க. வச்சியா? சுடு தண்ணி இல்லைங்க, அது அப்பதான் பாத்துருங்க கழுவுனியா, அப்போ ஒன்னும் பண்ணல நீ போ அப்படின்னு சொல்லிட்டு சீனியர் அமைச்சு விட்டுருவாங்க. அது ஏன் அப்படி சொல்றோம்னா, மேபி இதுதான் ஓஜி, இதுதான் ஃபர்ஸ்ட் வந்ததாவே இருக்கட்டும். ஆனா நீங்களும் இதை ஒத்துக்க மாட்டீங்க. அது ரெண்டு நல்லா- படமும் பார்த்ததுல சொல்றோம். அது இது fast அது வந்து paced-ஆ தமிழ் இருக்கும்டா படம் அது. அதுன்றதுனாலலாம் சொல்ல. இது அதுவுமே அது பிரியதர்ஷன் பெட்டரா character. இருக்கும். அதுவும் பிரியதர்ஷன் தான். அது மலையாள டேரக்டர் தான். ஆனா அது பெட்டரா இருக்கும். அது ஃபாஸ்ட் பேஸ்டா இருக்கும்டா, சூப்பரா இருக்கும். அதுவும் இல்லாம எனக்கு இதுல ஒரு சீன் கம்பேர் இதுக்கும் அதுக்கும் கம்பேர் பண்ணும்போது அந்த பாட்டு போட்டி வந்து வைப்பாங்க. அதுல வந்து சூப்பரா இருக்கும். அதுல வந்து அவங்களும் என்னென்னோ பாட்டு பாடி எடுத்துட்டு வருவாங்க. சரி, அது ஸ்ரீனிவாஸ்லாம் வந்து பாடுவாரு. பாட்டு பாடி அந்த லேன்ற வார்த்தையை எடுத்துட்டு வந்து இப்ப நீங்க பாடுங்க அப்படின்னு சொல்லி எல்லாரும் கும்பலா போயிட்டு என்ன பண்ணுவோம், திரும்பி அட் அ டைம்ல எல்லா பொண்ணுங்களும் பாடுவாங்க. யாருன்னே கண்டுபிடிக்க முடியாது. அது செம்மையா இருக்கும் அந்த சீன்லாம். ஸோ நான் அந்த மாதிரி எக்ஸ்பெக்ட் பண்ணீங்க. பட் ஆனா இதுவும் நல்லா இருந்ததுன்னு வச்சுக்கேன். அந்த ஒரு லொகேஷனு, யூடி, அந்த ஹாஸ்ட் எல்லாமே இது நல்லா இருந்தது. பட் அது எனக்கு ரொம்ப பிடிக்கும். அதுவும் இல்லாம ஷாம் வேறையா, பார்க்கலாம் இதுக்கப்புறம் பார்க்கணும். ஷாமும் த்ரிஷாவும் நல்ல பேர் pair. சூப்பரான பேர். அது அதுல வந்து யாரு நிரஞ்சன் யாரு? யாரு நிரஞ்சன் வந்து மாதவன். அதுல என்னன்னா இன்னொரு பிளஸ் என்னன்னா அதுல பிளாஷ்பேக் ஒண்ணு இருக்கும். ஆமா, காலேஜ் படிக்கும் போது அவங்க அதுல அந்த பாட்டு ஒண்ணு இருக்கும், சூப்பரா இருக்கும் அந்த பாட்டு. ஸோ அதெல்லாம் நிறைய அதெல்லாம் தான் இம்ப்ரோவைஸ் பண்ணிருக்காங்க. இம்ப்ரூவைஸ் பண்ணிக்கிறாங்க. இதுல பார்ஷலா ஐடியா மட்டும் எடுத்துட்டு அதுல இன்னும் கொஞ்சம் டெவலப் பண்ணிருக்காங்க. நல்ல கான்செப்ட் தான் அது. நல்ல கான்செப்ட். என்னன்னா கடைசியில தான் அந்த இது வந்து செட் ஆகல. அந்த கல்யாணம் பண்ணிக்கோ சொன்னது வந்து அது எனக்கு எப்படின்னா, போஸ்ட் மேரேஜ் 2 பேருமே பாவம்டா. இப்போ இவராது லவ் பண்றாரு. இப்போ இவர் சைட்ல இருந்து யோசிச்சு பார்த்தோன்னு வச்சுக்கோங்க, அவரு லவ் பண்ணாத ஒரு பொண்ணை கல்யாணம் பண்ணிட்டாரு. அந்த பொண்ணு வந்து இவர சுரேஷை கல்யாணம் பண்ணதுனால இப்ப அந்த பொண்ணு ஃபுல்லா லவ் பண்ண முடியும், இவங்களும் ஃபுல்லா லவ் பண்ண முடியாது. ஜாலியா தான் இருக்கு. அது எல்லாமே ஸ்போர்ட் பண்ணுவாங்க. உனக்கு ஏதாவது கேள்வி?
அதாவது இல்ல கரெக்ட் தான். ஏன்னா வந்து அவங்க என்கேஜ்மெண்ட் வந்து அடுத்த நாள் கால் சொன்னாங்க. என்கேஜ்மெண்ட் முடிஞ்சு மேரேஜ் முடிஞ்சு அதுக்கப்புறம் தான் போறோம். பல மாசங்கள் ஆயிடுச்சு. நீ அப்படி சொல்றடா, இப்போ சோகமா இருந்தாங்கன்னா தாத்தா பாட்டி அப்பெல்லாம் கஷ்டப்படுவாங்க. இல்ல போயிட்ட பிறகு கூட ஜாலியா தானே இருந்தேன். அது வந்து அந்த கட்சிப்புல அந்த காமெடிடா. சொல்லு. ஓகே ஓகே. இது வச்சு ப்ராப் ஹெல்மெட் இதை நான் கையில வச்சுக்க போறேன். ஸ்பூன் ஃபீட் பண்ண முடியாது வச்சு ஏடி உனக்கு பார்த்துக்கோங்க. சரிங்களா? அதனால வந்து நீங்க படிச்சுட்டு வாங்க. காலேஜ் ஸ்கூல் டைம்ல என்ன பண்ணீங்க? சரிப்பா ஓகேடா. மலையாள மூவிஸ் நீங்க எப்படி பாக்கணும்னு தெரியணும்ல. ஸ்கூல் காலேஜ் டைம்ல மலையாளம் அவ்வளவு சாங்ஸ் கேக்குறீங்க, பாட்டு பாடுறீங்க, என்ன நீங்க அவ்வளவு நோட்ஸ்ல வைக்கிறீங்க, மலையாள சாங்ஸ் எல்லாம் வைக்கிறீங்க. இப்பயே சொல்லிட்டேன். நீங்க சொல்ல வேண்டியதெல்லாம் நானே திட்டிட்டேன். கமெண்ட்ல வந்து சொல்லுங்க அப்படின்னு சொல்லிட்டேன் நானு. நீ சொல்றது உனக்கு திட்டுவாங்க. என்ன நானா சொன்னேன்? லேசா லேசா பிடிக்கும்ல. லேசா லேசா நான் பிடிக்கும், நல்லா இருக்கும். You don't like it's a nostalgic memory. வந்துருவாங்க. இல்ல இப்போ என்னன்னா வந்து இப்போ ஹிட்டுக்கு வந்து கமெண்ட் போட்டிருந்தாங்க பாத்தியா? ஆக்சுவலி வந்து ஹிட் ஃபர்ஸ்ட் பார்ட் வந்து தெலுங்குல தான் எடுத்துக்கிறாங்க. ஹிந்தி தான் ரீமேக். சோ நானும் நினைச்சேன் ஹிந்தில இருந்து தான் ஃபர்ஸ்ட் பார்ட் ரீமேக், அதுக்கப்புறம் எடுத்துட்டு வந்திருக்காங்கன்னு நினைச்சேன். சோ ஆனா எனக்கு என்னன்னா எனக்கு ஹிந்தி பார்ட் ரொம்ப பிடிக்கும். என்னதான் ரீமேக் ஆகும் அது நல்லா இருக்கும், இன்னும் சூப்பரா இருக்கும். சோ மேபி சில எல்லாத்தையும் சொல்ல, சில ரீமேக்ஸ் வந்து பெட்டரா பண்ணிருப்பாங்க. வந்து அக்செப்ட் பண்ணிக்கணும். இது அக்செப்ட் பண்ணிக்க மாட்டாங்க. இது அக்செப்ட் பண்ணிக்கவே மாட்டாங்க அவங்க. எனக்கு பிடிச்சிருக்கும் சந்திரமுகி. எனக்கும் பிடிக்கும். எனக்கு எல்லாரும் இல்ல யாரும் 800 நாள் ஓடிச்சது. எனக்கு அந்த படம் ஓஜியும் பிடிக்கும். 2005ல 90 crores கலெக்ஷன். ஓகேவா? அது ஈக்குவலன்ட் டு இப்போ பாத்துறேன் அது 500 crores அது போகுது. இல்ல எனக்கு ஓஜியும் பிடிக்கும், அதுவும் பிடிக்கும். நான் எக்ஸாம்பிள் இல்ல அது அதுலயே அந்த படத்திலேயே நம்ம அதான் சொல்லியிருப்போம். மணிச்சித்திரத்தாலும் எங்களுக்கு பிடிச்சது, நல்லா இருந்தது. பட் எப்படி சொல்றது, மலபார் பிரியாணி பிடிக்கும், சென்னை பிரியாணி, ஹைதராபாத் பிரியாணி பிடிக்கும். அதனால வந்து சில இதுல ஓஜி நல்லா இருக்கும், சில இதுல ரீமேக், சில இதுல ரெண்டுமே ஒண்ணு வந்து ஒரு விஷயத்துக்கு இவங்க என்ன தெரியுமா கமெண்ட்ல இருந்து அது ஜோதிகா மூஞ்சில பிளாஷ் அடிக்குது பத்தியா, என்ன இது பண்ணாலும் அதையே சொல்லிட்டு இருக்காங்க. அதுல கூட அப்படி இருக்கும். அவங்க பழக்க பின்னாடி பாப்பாங்க தெரியுமா, அப்ப ஃபேஸ் கீழ இருந்து மூஞ்சில லைட்டா வச்சிருப்பாங்க. அவங்களுக்கு வந்து ஓஜியை டேமேஜ் பண்ணிட்டாங்க அந்த மாதிரியே ஃபீல் பண்ணிட்டு இருக்காங்க. இப்படி ஒரு படம் வந்து நம்ம மலையாள படம் பார்த்து தான் தெரியும். மணிச்சித்திரத்தான்னு வந்து அதைத்தான் வந்து சந்திரமுகியா பண்ணிருக்காங்க. தமிழ்நாட்டுல 90% பேர் தெரியாது. அது அந்த பார்டர் இதெல்லாம் இருக்குன்னு வச்சுக்கோ, அந்த ஸ்டேட் இதெல்லாம். பட் கமர்ஷியலா அந்த படம் வந்து எல்லா சீக்வன்ஸுமே சூப்பரா இருக்கும். எல்லா இதுவும் வடிவேல் காமெடி, ரஜினி காம்போ சூப்பரா இருக்கும். அதுதான் சொல்றது. அவங்களுக்கு வந்து ஓஜி பெருசு, நம்மளுக்கு இது நல்லா பிடிச்சிருக்கும். அந்த மாதிரி ஓஜியும் தான்டா பிடிச்சது. பட் கம்பேர் பண்ணும்போது எப்படி சொல்றது, அது கமர்ஷியலா நல்லா இருந்தது. அவ்வளவுதான் சொல்றது. இதுல இந்த டைம்ல வந்து இந்த மாதிரி எடுத்திருந்தா கண்டிப்பா தூங்கிட்டு இருக்கணும். ஆமா, நீங்க அப்படி சொல்றீங்களா? மணிச்சித்திரத்தாலு அப்படியே தமிழ்ல எதுனாலும் எங்களுக்கு பிடிச்சிருக்காது, யாரும் பாத்துக்க மாட்டாங்க. எதுவா இருந்தாலும் இப்போ அதுதான் ஒரு நல்ல விஷயம் இருந்தா எனக்கு அது பிடிக்கும், உனக்கு பிடிக்காது. இப்போ நான்லாம் வந்து ஏவிடி இன்னும் ஒரு 10 வாட்டி பார்க்க சொன்னான்னு பார்ப்பேன். நீ பாப்பியா? மாட்டேன். ஒரு வாட்டி பார்த்துருப்பேன், 2வது வாட்டி போர் வச்சிருவேன், 3வது வாட்டி போடா அப்படின்னு. பட் ஒரு ப்ரிஃபரன்ஸ் வந்து அந்த மாதிரி. எனக்கு வந்து என்னன்னா இந்த மாதிரி சந்திரமுகி ரீமேக்ல சந்திரமுகி, இந்த லேசா லேசா, அப்புறம் ஹிட் 1 ஹிந்தில, அதெல்லாம் ஓஜி தாண்டா எப்பவுமே ஓஜி. ஆனா சில ரீமேக்ஸ் வந்து பெட்டரா பண்ணா அக்செப்ட் பண்ணிக்கணும். ஏன்னா வந்து ஸ்கிரிப்ட்ல இப்போ ஜாக் ஸ்னைடர் ஜஸ்டிஸ் லீக் இருக்கு, இருக்குதுல தூக்கிட்டு ரீமேக்ல வந்து அடிக்க பேரை கூட்டமணி மலையாளத்துல பண்ணிருக்காங்க. அது தமிழ்ல நல்லாவே இருக்கு. ஒரு சீன் வச்சு பார்த்தா கன்றாவே இருந்துச்சுடா. மேல இருந்து பேயில எவ்வளவு சூப்பரா பண்ணிருப்பாங்க. ஒவ்வொரு சீனும் அடிக்க பேரு தமிழ்ல என்னது ஹாஸ்டல் அதேதான் சேம். இப்போ ஆடு 1 and 2 நம்ம பாத்துட்டோம். அத நீ தமிழ்ல ரீமேக் நீ எப்படி இப்போ வந்து அதை கிறிஸ்பா போட்டாலும் சரி ஓஜியை தொட முடியும், ஆடு 1 and 2 தொடவே முடியும். சில இது வந்து ஓஜியை டச் பண்ணவே முடியாது, அதை அக்செப்ட் பண்ணிக்கணும். அது இப்ப நான் சொன்ன பத்தி இப்ப இவன் சொன்ன ஹாஸ்டல் வந்து நல்லா இல்ல அவ்வளவுதான், நல்லா இல்ல. அது நீ வந்து தமிழ் ஆடியன்ஸ் கேட்டாலும் அதான் நல்லா இல்ல, அவ்வளவுதான். ஏன்னா அது நல்லா இல்ல, ஒத்துக்கணும், அவ்வளவுதான். வேற ஒண்ணும் கிடையாது. அதே மாதிரிதான் இதுவும். எனக்கு பர்சனலி இந்த படமா லேசா லேசாவானா லேசா லேசா தான். ஐ லைக் தட் மூவி. ஏன்னா அதுல பாட்டு எனக்கு அது ஃபர்ஸ்ட் திங். ஆல் சாங்ஸ் இதுலயுமே பாட்டு எல்லாம் நல்லா இருக்கு. அதுல பாட்டு இந்த பாட்டு ஏதோ ஒன்று அந்த பாட்டுலாம்
இன்னும் பிளேலிஸ்ட் இருக்குடா. அவள் உலக அழகி. உலக அழகி அதெல்லாம் இன்னும் பிளேலிஸ்ட்ல இருக்குதுன்னு வச்சுக்காது. ஹாரிஸ் மாமா போட்டோம்னா அந்த பாட்டு இல்லாம இருக்காது. ஸோ லைக் வைஸ் வந்து இந்த படம் நல்லா இருந்தது. பட் அந்த படம் ஆனா என்ன ஒரே வருத்தம் என்னன்னா இதுல சம்மர் இன் பெத்லேம் அந்த டைட்டிலுக்கு ஓகே. ஆனா கிறிஸ்மஸ் நெட்ல சர்ச் பண்ணி பார்க்கும்போது போட்டாங்கன்னா நான் வந்து சர்ச் பண்ணது வந்து பெஸ்ட் 10 மூவிஸ் டு வாட்ச் ஆன் கிறிஸ்மஸ் இன் மலையாளம் லாங்குவேஜ் இதுதான் வந்து சர்ச் பண்ணேன். ஃபர்ஸ்ட் படம் இதுதான் இருந்தது. கிளைமேட் இல்ல எனக்கு தெரிஞ்சு கிறிஸ்மஸ்ன்னு போட்டோன்னே கீவேர்டு பெத்லேம் கிறிஸ்மஸ் அதுக்கு பிளஸ் ஆகி வந்துட்டுக்குது போல. ஆனா அது அந்த கிறிஸ்மஸ் கண்டென்ட் மட்டும் தான் கொஞ்சம் மிஸ் ஆச்சு. ஆனா நடுவில் சொல்லியிருந்தாங்க கிறிஸ்மஸ் மாதிரி நம்ம செலிப்ரேட் பண்ணணும் இதை அப்படின்ற மாதிரி லைட்ஸ் ஸோ அதனால என்னன்னா அது மட்டும். பட் படம் நல்லா இருந்தது. என்ன சுரேஷ் கோபி தான் கொஞ்சம் வருத்தமாயிடுச்சு. இந்த எங்களோட வீடியோல வந்து நீங்க மியூசிக் பாட்டெல்லாம் கொஞ்சம் பார்த்துட்டு எப்படி இருக்குன்னு சொல்லுங்க. பர்தர் கேரியர் சேஞ்ச் பண்ண போறோம். நான் கரியர் சேஞ்ச் பண்ணலான்னு பார்த்துட்டு உங்களுக்கு இந்த எடிட் பிடிச்சிதான்னு பாருங்க. பிடிச்சிருந்ததுன்னா சொல்லுங்க, கமெண்ட்ல சொல்லுங்க. சரி கைஸ், ஒரு ஓஜி கிறிஸ்மஸ் பார்ப்போம். அடுத்த கிறிஸ்மஸுக்கு பிஸ்கெட் தீந்து போச்சுன்னா என்ன பண்ணுவோம்? நீ ஏயா கத்துற? நியூ இயருக்கே அடுத்து புள்ளன்னு தெரியல. போன வருஷம் என்ன இது இல்ல 2020 போட்டோம். 2020 இந்த வருஷம் தெரியல என்ன படம் அது பார்க்கலாம். பார்த்துட்டு நம்ம வந்து போட்டுடலாம். எனக்கு தெரிஞ்சு நீங்க புரியுது, நீங்க நிறைய இடத்துல நிறைய ரெக்வஸ்ட் எல்லாம் வைக்கிறீங்க. இந்த மாதிரி படம் பாருங்க, அந்த படம் பாருங்க, இந்த எங்களுக்கு நிறைய டெக்னிக்கல் இது இருக்குது. அதுவும் இல்லாம முக்கியமான ஒரு விஷயம் வந்து இப்போ இது சொல்லி ஆகணும். ஒன் ஆஃப் தி லெஜெண்ட் வந்து நம்மளுக்கு வந்து இப்போ எங்களோட எல்லா வீடியோஸ் பார்த்தவங்க தெரியும். நாங்க வந்து அவருக்கு ஒருத்தர் மட்டும் ரொம்ப க்ளோஸ். அவர் பேர் அங்க வந்துச்சுனால அந்த படம் பிடிக்க ஆரம்பிச்சு. நிறைய நான் யார் நம்புறமோ இல்லையா அவர் ஒருத்தர் நம்புவோம். ஆனா என்ன மேட்டர்னா அவர் வந்து இப்போ இல்ல நம்ம கூட. நிறைய பேர் சொன்னாங்க அவரோட படம்லாம் இருக்கு பாருங்க அப்படின்னு சொல்லிட்டு. ஆனா எங்க 3 பேராலையும் டைம் கன்ஸ்ட்ரிக்ட்ஸ் கொஞ்சம் இருக்குது. உடனே பார்க்க முடியாது. மேபி அப்கமிங் வீக்ஸ்ல அவருக்கு நாங்க ஒரு ட்ரிபியூட் வைப்போம். ஆனா அப்கமிங் வீக்ஸ்ல ஏதாவது எங்களால முடிஞ்ச அளவுக்கு ஒரு ட்ரிபியூட் வைப்போம். ஆனா என்னன்னா நீங்க தெரிஞ்சிருக்கோம் தெரியலன்னா நானே டென்ஷன் ஆயிடுவேன். நான் யாரை பத்தி பேசுறேன்னு தெரியலன்னா. ஸோ என்னன்னா நிறைய பேர் சொன்னாங்க இந்த சண்டேவே வந்து போடுங்க அப்படின்ற மாதிரி. எப்போ சாட்டர்டே சொல்றாங்க. காலையில அப்பதான் ஏறிச்சேன். அப்பதான் மெசேஜ் போட்டுக்கிறான் போச்சுரா அப்படின்னு. எனக்கு ஒருத்தர் இன்ஸ்டாகிராம் அடுத்த மெசேஜ் ஒன்று போட்டு போயிரு தியான் ஸ்ரீனிவாசன் பர்த்டே நாள. அதுதான் இன்னும் ரொம்ப கஷ்டமா. தியானுக்கு ரொம்ப கஷ்டமா. ஒருத்தர் இன்ஸ்டாகிராம்ல எல்லாம் ஆடியோ கால் எல்லாம் பண்ணியிருந்தாரு பேஜுக்கு. நம்மளுக்கு என்னடா காலங்காலத்துல கால் வருது அப்படின்னு நினைச்சு போயிட்டு பார்த்துட்டு மேல அப்படியே அந்த 2 கால் பண்ணிருக்க ஸ்க்ரோல் பண்ணா ஐயோ என்னப்பா காலங்காத்த நான் ஏஞ்சிதான் அந்த உண்மையிலே ஒரு பர்சனல் லாஸ் மாதிரி அந்த இதுல வந்து ஐயோ என்னப்பா காலைல ஏந்துக்கும் போது இவ்வளவு பெரிய விஷயம் பார்த்துட்டு ஏந்துக்கிறோமே அப்படின்னாங்க. ஆனா உடனே ஒருத்தர் வந்து சொன்னாரு அந்த கால் முடிஞ்சுக்குது. அடுத்த இது வந்து இன்னொருத்தர் வந்து மெசேஜ் போடுறாரு அவர் இறந்துட்டாரு அதனால இந்த படம் பாருங்க அப்படின்னு. ப்ரோ அது கஷ்டம். அப்கமிங் வீக்ல சொல்லவே தேவையில்ல. அது கொஞ்சம் அண்டர்ஸ்டாண்ட் பண்ணிக்கோங்க ப்ளீஸ். பட் ஆனா கொஞ்சம் பெரிய லாஸ் தான். மலையாளத்துக்குன்னு இல்ல தமிழுக்கும். ஆமா ஃபிலிம் இண்டஸ்ட்ரிக்கே லாஸ். படம் தான் நிறைய தமிழ் இது பண்ணிருக்கு. ஃபிலிம் இண்டஸ்ட்ரிக்கே வந்து ஒரு பெரிய லாஸ் அவருக்கு இல்ல அது. ஸோ வந்து சென்ட்ரவா பான் வாயேஜ் ப்ரோ. ஓகே வந்து இன்னொரு வீடியோல இன்னொரு அருமையான மூவி பார்க்கலாம். வெற்றி பரத் சனிங் ஆஃப். மேரி கிறிஸ்மஸ். மேரி கிறிஸ்மஸ். ஆண்டவரான இயேசு கிறிஸ்து உன்னை ரட்சிப்பாராக. ஆமென்.